ورحمة الله وبركاته. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن الناس من يشتري لهو الحديث ليضل عن سبيل الله بغير علم ويتخذها هزوا أولئك لهم عذاب مهين. صدق الله العلي العظيم. വളരെ സ്നേഹവും ബഹുമാനവും നിറഞ്ഞ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന പ്രഗത്ഭരായ ഉസ്താദുമാരെ, സ്നേഹം നിറഞ്ഞ സഹോദര സഹോദരിമാരെ, അല്ലാഹു നമ്മുടെ സംഗമം സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. നാഫിയായ ഇൽമും ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങളൊക്കെ അല്ലാഹു പുറത്തു തരികയും ഇനിയുള്ള കാലം തെറ്റ് ചെയ്യാതെ ജീവിച്ച് ഒരുപാട് നന്മ ചെയ്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുച്ചരിച്ച് മരിക്കുവാനും അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. മജ്ലിസ് നൂറിൻ്റെ വാർഷിക മതപ്രഭാഷണ പരമ്പരയുടെ 3-ാമത്തെ ദിവസത്തിലാണ് നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. മക്കളോടൊപ്പം സ്വർഗത്തിലേക്ക് എന്ന ഒരു വിഷയമാണ് നമ്മൾക്കിന്ന് ചർച്ച ചെയ്യാനുള്ളത്. കല്യാണം കഴിക്കുക എന്നതും മക്കളുണ്ടാവുക എന്നതൊക്കെ ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിലെ സ്വപ്നങ്ങൾ. സ്വാലിഹീങ്ങളായ മക്കളുണ്ടാവുക. മോണിറ്ററിന് സൗണ്ട് ഇട്ടാൽ മതി, മോണിറ്ററിന് മാത്രം സൗണ്ട് തന്നാൽ മതി. ഞാൻ 2 മോണിറ്റർ, ഇതൊന്നും. ഇത് ആ സൗണ്ടാണ് എനിക്ക് കേൾക്കുന്നത്, ആ പുറത്തുള്ള സൗണ്ടാണ് കേൾക്കുന്നത്. ഈ 2 ബോക്സ്, ഈ ബോക്സ് ഇത് ഇവിടെ കിട്ടും, വിളിക്കാൻ ഇട്ടുകൊടുത്താൽ മതി. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ സ്വപ്നമാണ് സ്വാലിഹീങ്ങളായ മക്കളുണ്ടാവുക എന്നതും കൺകുളിർമയുള്ള ഭാര്യയുണ്ടാവുക എന്നതൊക്കെ. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. കൺകുളിർമയുള്ള ഭാര്യയ്ക്ക് വേണ്ടിയും സ്വാലിഹീങ്ങളായ മക്കൾക്ക് വേണ്ടിയും ദുആ ചെയ്യണമെന്ന്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമ. ഇങ്ങനെ ദുആ ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഉലൈക യുജ്സൗനൽ ഗുർഫ, അവർക്ക് അല്ലാഹു സ്വർഗീയ ലോകത്ത് പ്രത്യേകമായ ഒരു സൗധം, ഒരു ഭവനം അല്ലാഹു ഒരുക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ ദുആ ചെയ്യുന്ന ആളുകൾക്ക് റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമ. അല്ലാഹുവേ, എനിക്ക് നീ കൺകുളിർമയുള്ള ഭാര്യയെയും ഭർത്താവിനെയും തരണേ എന്നും സ്വാലിഹീങ്ങളായ മക്കളെ തരണേ എന്നും
വജഅൽനാ ലിൽമുത്തഖീന ഇമാമ, മുത്തഖീങ്ങളുടെ നേതാവാക്കി ഞങ്ങളെ മാറ്റണേ എന്നും ദുആ ചെയ്യുന്ന ആളുകൾക്ക് ഉലൈക യുജ്സൗനൽ ഗുർഫ, അല്ലാഹു അവർക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു ഭവനം ഒരുക്കുമെന്നാണ്. സ്വാലിഹീങ്ങളായ ഭാര്യമാരുണ്ടാവുക എന്നത് ദുനിയാവിലെ വിജയത്തിന്റെ ഒരു ലക്ഷണമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. 4 കാര്യങ്ങളാണ് ദുനിയാവിലെ ഏറ്റവും വിലപിടിപ്പുള്ള സമ്പത്ത്. 4 കാര്യങ്ങളാണ്. ഒന്ന്, ലിസാനുൻ ദാകിർ, ദിക്ർ ചെയ്യുന്ന, ദിക്ർ ചൊല്ലുന്ന നാവ്. വഖൽബുൻ ഷാകിർ, അല്ലാഹുവിന് ശുക്ർ ചെയ്യുന്ന ഹൃദയം. വബദനുൻ സ്വാബിർ, പ്രശ്നങ്ങളും പരീക്ഷണങ്ങളും ഉണ്ടാകുമ്പോൾ ക്ഷമിക്കുന്ന ശരീരം. വസൗജത്തുൻ തുഈനു അഹദകും അലാ ദീനി, ദീനിയായ കാര്യങ്ങളിൽ സഹായിക്കുന്ന ഭാര്യ. ഈ 4 കാര്യങ്ങളാണ് ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള സമ്പാദ്യമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ സ്വാലിഹീങ്ങളായ ഭാര്യമാരെ സെലക്ട് ചെയ്യലാണ് മക്കളോടൊപ്പം സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ആദ്യമായി ജീവിതത്തിൽ ചെയ്യേണ്ടത്. ഇദാ അതാകും മൻ തർലൗന ദീനഹു, നിങ്ങൾക്ക് ഒരാളുടെ ദീൻ ഇഷ്ടമായ, നല്ല ദീനിയായ ബോധമുള്ള, ദീനി ബോധമുള്ള ഒരാളാണ് നിങ്ങളുടെ മകൾക്കോ മകനോ പ്രപ്പോസുമായി കടന്നു വരുന്നതെങ്കിൽ ഫസവ്വിജു, നിങ്ങൾ കല്യാണം കഴിച്ചു കൊടുക്കണമെന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. 4 കാര്യങ്ങൾക്ക് പൊതുവെ സ്ത്രീകൾ കല്യാണം കഴിക്കപ്പെടാറുണ്ടെങ്കിലും അതിലൊന്നാമത്തേത് സമ്പത്ത് നോക്കി കല്യാണം കഴിക്കുന്ന ആളുകളുണ്ട്, മുതൽ നോക്കി കല്യാണം കഴിച്ചു കൊടുക്കുന്ന ആളുകളുണ്ട്, സ്ഥാനമാനങ്ങൾ നോക്കി കല്യാണം കഴിച്ചു കൊടുക്കുന്ന ആളുകളുണ്ട്, അതുപോലെ തറവാട് നോക്കി കല്യാണം കഴിച്ചു കൊടുക്കുന്ന ആളുകളുണ്ട്, ദീന് നോക്കി കല്യാണം കഴിച്ചു കൊടുക്കുന്ന ആളുകളുണ്ട്. പക്ഷെ നിങ്ങൾ ദീനിയായ ബോധമുള്ള ആളുകൾ കൊണ്ടേ കല്യാണം കഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ, എങ്കിലേ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുള്ളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ ഇതാണ്. ആമുഖമായിട്ട് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ സ്വാലിഹീങ്ങളായ സ്വാലിഹാത്തുകളായ ഭാര്യ ഭർത്താക്കന്മാരെ സെലക്ട് ചെയ്യുക എന്നതാണ് ഓരോ ആളുകളുടെയും ആദ്യത്തെ ദൗത്യം. എങ്കിലേ മക്കളോടൊപ്പം സ്വർഗത്തിൽ പോവുക എന്ന നമ്മുടെ ആഗ്രഹങ്ങൾ പൂർണ്ണമായി നടക്കുകയുള്ളൂ എന്ന് ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയാണ്. പക്ഷെ നമ്മുടെ ഒരുപാട് വൈകിട്ടാണ് തുടങ്ങുന്നത്. 7 മണിക്കാണ് ഞാൻ ഇവിടെ എത്തിയത്. കൃത്യമായി 8 മണിക്ക് തുടങ്ങണമെന്നും 10 മണിക്ക് നിർത്തണമെന്നുള്ള പ്രത്യേകമായിട്ട് 2 ദിവസം മുമ്പും ഇന്നും വിളിച്ചു പറഞ്ഞിട്ട് കൃത്യം 7 മണിക്ക് എത്തി. എനിക്ക് 9:30 മൈക്ക് കിട്ടുന്നത്. അതുകൊണ്ട് കുറെ പ്രസംഗിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഏകദേശം ഒരു 10:30 ആകുമ്പോൾ ഞാൻ ഇന്ന് ഇൻഷാ അല്ലാഹ് നിർത്തും. എന്നോട് നിങ്ങൾക്കൊന്നും തോന്നരുത്, കാരണം ഞാൻ എൻ്റെ കൃത്യമായ സമയത്ത് ഇവിടെ എത്തിയിട്ടുണ്ട്. മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം അല്ലാഹു പരിശുദ്ധമായ ഖുർആനിൽ പറയാൻ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإذ قال لقمان لابنه وهو يعظه يا بني لا تشرك بالله إن الشرك لظلم عظيم. മഹാനായ ലുഖ്മാൻ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പരിശുദ്ധ ഖുർആനിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മകനോട് നൽകുന്ന ഉപദേശം അല്ലാഹു പരിശുദ്ധമായ സൂറത്തുൽ ലുഖ്മാനിൽ നമ്മെ പഠിപ്പിക്കുകയാണ്. وإذ قال لقمان, മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മകനോട് നൽകുന്ന ഉപദേശം ഇത് ഇവിടെ ഇരിക്കുന്ന ഓരോ ഉപ്പമാരും ഓരോ ഉമ്മമാരും ജീവിതത്തിൽ പകർത്തുകയും മക്കളോട് പഠിപ്പിക്കുകയും ചെയ്യേണ്ട ഉപദേശമാണ്. വഹുവ യഇലുഹു, തന്റെ മകൻ അടുത്ത് വിളിച്ചുകൊണ്ട് ലുഖ്മാൻ അലൈഹിസ്സലാം ഉപദേശിക്കുകയാണ്. യാ ബുനയ്യ,
എന്റെ പൊന്നുമോനെ, ലാ തുശ്രിക് ബില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനോട് ശിർക്ക് വെക്കരുത്, അല്ലാഹുവിനോട് മറ്റൊരാളെ പങ്കുചേർക്കരുത്. ഇതൊരു മാതാവ്, ഒരു പിതാവ് മക്കളോട് നൽകേണ്ട ഉപദേശമാണ്. ലാ തുശ്രിക് ബില്ലാഹ്, അല്ലാഹുവിനോട് ശിർക്ക് ചെയ്യരുത്, അല്ലാഹു അല്ലാതെ മറ്റൊരാളെ ദൈവമായി കാണരുത്. മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നുണ്ടല്ലോ, അശ്ശിർകുൽ ഖഫി എന്ന് പറഞ്ഞാൽ, ശിർകുൽ ഖഫി എന്ന് പറഞ്ഞാൽ ദിയാ ആണ്. ആളുകൾ കാണാൻ വേണ്ടി പ്രവർത്തിക്കുന്നത്, ആളുകൾക്കിടയിൽ സ്ഥാനമുണ്ടാകാൻ വേണ്ടി പ്രവർത്തിക്കുന്നത്, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ചരട് വലിക്കുന്നത്, എന്തെങ്കിലും ഒന്ന് ചെയ്താൽ അത് നാട്ടുകാരറിയണമെന്നുള്ള താല്പര്യം മനസ്സിലുണ്ടാവുന്നത്, ഇതൊക്കെ റിയാ ആണ്. റിയാ എന്ന് പറഞ്ഞാൽ അശ്ശിർകുൽ ഖഫി, അത് ശിർക്കിന്റെ ഒരു ഭാഗമാണ്. മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നുണ്ട്, ചെറിയ ശിർക്കാണെന്നാണ് പറഞ്ഞത് റിയാഇനെ. അപ്പൊ ചെറുപ്പത്തിലെ മക്കൾക്ക് നൽകേണ്ട ഒരു ഉപദേശമാണ്, എന്ത് ചെയ്താലും അതിന്റെ നിയത്ത് അത് അള്ളാഹുവിനോടുള്ള ഒരൊറ്റ ഒരു ലക്ഷ്യമായിരിക്കണം. ആളുകൾക്ക് കാണാൻ വേണ്ടി, ഫെയിമിന് വേണ്ടി, പ്രസ്റ്റീജിന് വേണ്ടി, പ്രശസ്തിക്ക് വേണ്ടി ഒരു കാര്യവും ചെയ്യരുത് എന്ന് കൊച്ചു നാളിലെ നമ്മുടെ മക്കളോട് ഓരോ മാതാവും ഉപദേശം നൽകിയിരിക്കണം. ആ ഒരു ഉപദേശത്തിന്റെ കുറവായിരിക്കണം ഇന്ന് നമ്മൾ അധികാരത്തിന് വേണ്ടിയുള്ള വടംവലികൾ പല സ്ഥലങ്ങളിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ലക്ഷം വരുമ്പോ വീട് വീടാന്തരം കയറി 5000 നൽകുക, എന്തിന്? എന്നെ വിജയിപ്പിക്കാൻ. ഒരു മുസ്ലിമിന് ഈ ഒരു സംസ്കാരം ആര് പഠിപ്പിച്ചതാണ്? ഒരു മുസ്ലിമിന് ഇങ്ങനെ ഒരു സംസ്കാരം ആര് പഠിപ്പിച്ചതാണ്? ഒരു ലക്ഷം വരുമ്പോ ഓരോ വീടാന്തരം കയറി 5000 10,000 നൽകി എന്നെ വിജയിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് ക്യാഷുകൾ നൽകുക. അധികാരം നമ്മൾ കൊതിക്കരുത് എന്നാണ്, അധികാരം നമ്മൾ മോഹിക്കരുത് എന്നാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനുഷ്യന്മാർക്ക് സ്ഥാനമാനത്തോടും സമ്പത്തിനോടുമുള്ള മോഹം എന്റെ ദീനിനെ നശിപ്പിച്ചു കളയും. ഏതുപോലെ? വിശന്ന് വലിയുന്ന ആട്, വിശന്ന് വലിയുന്ന ചെന്നായകൾ ആട്ടിൻകൂട്ടങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ അവിടെ ഉണ്ടാക്കുന്ന പരാക്രമങ്ങൾ പോലെ, വിശന്ന് വലിയുന്ന ഒരു ചെന്നായ ആട്ടിൻകൂട്ടങ്ങളിലേക്ക് ഇറങ്ങിയാൽ ആട്ടിൻകൂട്ടങ്ങളിൽ ചെന്നായ ഉണ്ടാക്കുന്ന പരാക്രമങ്ങൾ പോലെ അധികാരമോഹം എന്റെ സമുദായത്തെ നശിപ്പിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അധികാരം ചോദിച്ചു വാങ്ങേണ്ട, സമ്പത്ത് നൽകി വാങ്ങേണ്ട, ആളുകളോട് അതിന്റെ പിന്നിലൂടെ ചരട് വലിച്ചു വാങ്ങേണ്ട ഒരു വസ്തുവല്ല അധികാരം എന്ന് പറഞ്ഞാൽ. അധികാരം വലിയ അപകടമുള്ളൊരു വിഷയമാണ്. അധികാരം വല്ലാത്ത അപകടമാണ്. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം അധികാരം ചോദിച്ചു വാങ്ങിയിട്ടുണ്ട്. അതിനർഹരായ ആളുകൾക്ക് ചോദിച്ചു വാങ്ങി. വലിയൊരു ക്ഷാമം നാട്ടിലേക്ക് വരാനുണ്ട് എന്നറിഞ്ഞപ്പോ ഞാൻ ഇത് ഭംഗിയായി നാട്ടിലേക്ക് ക്ഷാമമില്ലാത്ത രീതിയിൽ, പ്രശ്നമില്ലാത്ത രീതിയിൽ ഈ ഖജനാവിന്റെ സൂക്ഷിപ്പുകാരനായി ഞാൻ ഏറ്റെടുക്കാം, ഇതിന്റെ ഡ്യൂട്ടി, ഇതിന്റെ ബാധ്യത ഞാൻ ഏറ്റെടുക്കാം എന്ന് പറഞ്ഞു മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം ചോദിച്ചു വാങ്ങിയിട്ടുണ്ട്. അതുപോലെ അർഹതയുള്ള ആളുകൾക്ക് ചോദിച്ചു വാങ്ങാം. പക്ഷേ സമ്പത്ത് നൽകി, ഒരുപാട് സഹായങ്ങൾ നൽകി അധികാരം, രാഷ്ട്രീയ വടംവലികൾ, ചരടുവലികൾ കർട്ടനിന്റെ പിന്നിലൂടെ നടത്തുന്നത് ഒരു മുസ്ലിമിന് ഭൂഷണമല്ല. കാരണം അധികാരമോഹം സമൂഹത്തിൽ നാശമാണ് ഉണ്ടാക്കുന്നത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. ലാ തുശ്രിക് ബില്ലാഹ്, ഒന്നാമത്തെ ഉപദേശം, അല്ലാഹുവിനോട് ശിർക്ക് വെക്കരുത്, വേറൊരാളെ പങ്കു ചേർക്കരുത്. കാരണം ഇന്ന ശിർക ലദുൽമുൻ അലീം, അല്ലാഹുവിനോട് പങ്കു ചേർക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ അക്രമമാണ്. ലദുൽമുൻ അലീം. വവസ്സൈനൽ ഇൻസാന ബിവാലിദൈ, മാതാപിതാക്കളോട് നന്മ ചെയ്യാനും ഗുണം ചെയ്യാനും ഞാൻ ജനങ്ങളോട് ഉപദേശിച്ചിട്ടുണ്ട്. വവസ്സൈനൽ ഇൻസാന ബിവാലിദൈ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്ന് ഞാൻ ജനങ്ങളോട് ഉപദേശിച്ചിട്ടുണ്ട്. ആരാണ് മാതാപിതാക്കൾ എന്നറിയോ? ഉമ്മയാരാണ്, ഉപ്പയാരാണ് എന്ന് പറഞ്ഞു തരികയാണ്. വാലിദൈ, ആദ്യം മാതാപിതാക്കൾ എന്ന് പറഞ്ഞു, അതിൽ അല്പം കൂടി പ്രാധാന്യം ഉമ്മമാരോടാണ്. ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ, ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ച ഉമ്മ, ആ ഉമ്മയെ ബഹുമാനിക്കാനും ആദരിക്കാനും ഞാൻ ജനങ്ങളോട് കൽപ്പിക്കുകയാണ്, ഉപദേശിക്കുകയാണ്. അപ്പൊ എന്തേ ഉപ്പമാരെ ഇവിടെ പറയാത്തത്? ഉപ്പമാരുടെ സഹായങ്ങൾ പ്രത്യക്ഷത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഗൾഫിലാണെങ്കിലും നാട്ടിലാണെങ്കിലും ജോലി ചെയ്ത് അധ്വാനിച്ചു കൊണ്ടുവന്ന മക്കൾക്ക് വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുന്നത്,
വീട്ടിലേക്ക് ഭക്ഷണങ്ങൾ കൊണ്ടുവരുന്നത്, വീട്ടിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത് പ്രത്യക്ഷത്തിൽ മക്കൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഉമ്മ ഗർഭം ചുമന്നതോ ഉമ്മ മുലപ്പാൽ കൊടുത്തതോ മക്കൾക്ക് തിരിച്ചറിയാറില്ല. ഹമലതുഹു ഉമ്മുഹു വഹനൻ അലാ വഹൻ. ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചിട്ടാണ് മാതാപിതാക്കൾ നമ്മെ ഗർഭം ചുമന്നത്. വഫിസാലുഹു ഫീ ആമൈൻ. 2 വർഷക്കാലം മുലപ്പാല് നൽകിയ ഉമ്മ, പാല് നൽകിയ ഉമ്മ. ഒരിക്കലൊരു മകൻ ഉമ്മയ്ക്കൊരു ചെറിയൊരു ലിസ്റ്റ് കൊടുത്തു. ഇന്നലെ വിറക് എടുത്തു വെച്ചതിനൊരു 3 രൂപ, അങ്ങാടിയിൽ പോയി പാല് വാങ്ങിയതിനൊരു 5 രൂപ, വീടടിച്ചു വാരിയതിനൊരു 10 രൂപ, അങ്ങനെ ടോട്ടൽ ഒരു 35 രൂപയുടെ ഒരു ബില്ല് സ്കൂളിൽ പോകുമ്പോൾ മകൻ ഉമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് സ്കൂളിൽ പോകാൻ നിൽക്കാൻ. ഇത് കണ്ടിട്ട് ഉമ്മ ഇതൊക്കെ വായിച്ചു നോക്കി. വിറക് പുതുക്കി വെച്ചത്, വെള്ളം കൊണ്ടുവന്നത്, പാല് കൊണ്ടുവന്നത്, വീടടിച്ചു വാരിയത്, ഇതൊക്കെ പറഞ്ഞു. എന്നിട്ട് ഉമ്മ ഒരു ലിസ്റ്റ് കൊടുത്തു. 10 മാസം ഗർഭം ചുമന്നതിന് 0, 2 വർഷം മുലപ്പാല് നൽകിയതിന് 0, 10-15 വർഷം വരെ യാതൊരു പ്രതിഫലവും വാങ്ങാതെ നിനക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്നത്, വസ്ത്രം അലക്കി തന്നത്, അയൺ ചെയ്ത് തന്നത്, ഇതിനൊക്കെ 0. ഉമ്മയുടെ തിരിച്ചങ്ങോട്ടുള്ള ലിസ്റ്റ് 0 ആയിരുന്നു. ഒന്നുമില്ല. മക്കളെക്കാളൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ച ഉമ്മ മക്കളോട് തിരിച്ചൊന്നും ചോദിക്കാറില്ല, തിരിച്ചൊന്നും പ്രതീക്ഷിക്കാറില്ല. കാരണം ലോകത്തെ ആത്മാർത്ഥമായ സ്നേഹം അത് ഉമ്മമാരുടെ സ്നേഹമാണ്. അവര് തിരിച്ച് പ്രതീക്ഷിച്ചിട്ടല്ല നമ്മളെ സ്നേഹിക്കുന്നത്. നമ്മുടെ സ്നേഹം അവർ തിരിച്ച് പ്രതീക്ഷിക്കാറില്ല. ഭാര്യമാരങ്ങനെയല്ല. ഭാര്യമാര് സ്നേഹിക്കുമ്പോൾ ഭർത്താക്കന്മാരുടെ സ്നേഹം അവർ തിരിച്ച് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇൻ കേസ് ഏതെങ്കിലും ഒരു ഭർത്താവ് ഭാര്യ പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കൊടുത്തില്ലെങ്കിൽ ഭാര്യ 2 ദിവസം പിണങ്ങി നിൽക്കും. പക്ഷെ ഉമ്മമാര് പിണങ്ങൂല. ഉമ്മ എന്തെങ്കിലും ഒരു കാര്യം അങ്ങാടിയിൽ നിന്ന് കൊണ്ടുവരാൻ പറഞ്ഞു, മകൻ കൊണ്ടുവന്നില്ല, അതിന്റെ പേരിൽ ഉമ്മമാര് പിണങ്ങാറില്ല. പക്ഷെ ഭാര്യ പിണങ്ങും. കാരണം ഭാര്യമാര് സ്നേഹിക്കുന്നത് തിരിച്ച് സ്നേഹം പ്രതീക്ഷിച്ചിട്ടാണ്. മാതാപിതാക്കൾ ഉമ്മയോ ഉപ്പയോ തിരിച്ച് പ്രതീക്ഷിച്ചിട്ടല്ല സ്നേഹിക്കുന്നത്. അവർ സ്നേഹം നമ്മൾക്ക് ഇങ്ങനെ നൽകുകയാണ്. അതുകൊണ്ട് ഉമ്മമാരെ പ്രത്യേകം ആദരിക്കണം. ഹമലതുഹു ഉമ്മുഹു വഹനൻ അലാ വഹൻ. ഒരുപാട് പ്രയാസങ്ങളും ദുരിതങ്ങളും അനുഭവിച്ച മാതാപിതാക്കൾ, ഉമ്മയെ നിങ്ങൾ അനുസരിക്കണം, അവർ പറയുന്നത് പോലെ ജീവിക്കണം. വഫിസാലുഹു ഫീ ആമൈൻ. 2 വർഷക്കാലം മുലപ്പാല് തന്ന ഉമ്മ, അനിഷ്കുർലി വലിവാലിദൈക. എനിക്ക് നന്ദി ചെയ്യണം, എന്റെ മാതാപിതാക്കൾക്കും നന്ദി ചെയ്യണം. അള്ളാഹുവിന് നമ്മൾ നന്ദി ചെയ്താൽ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ അതോടൊപ്പം മാതാപിതാക്കൾക്കും നന്ദി ചെയ്യണം. അള്ളാഹുവിന് മാത്രം നന്ദി, മാതാപിതാക്കൾക്ക് നന്ദി ചെയ്തില്ല പടച്ചോൻ സ്വീകരിക്കൂല എന്നാണ്. 2-3 കാര്യങ്ങൾ അങ്ങനെ യോജിച്ചു വരുന്നുണ്ട്. നിസ്കാരം സ്വീകരിക്കണമെങ്കിൽ അതിന്റെ കൂടെ സകാത്തും കൊടുക്കണം. നിസ്കാരം സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ സകാത്തും കൊടുക്കണം. സകാത്ത് സ്വീകരിക്കണമെങ്കിൽ അതിന്റെ കൂടെ നിസ്കാരം, രണ്ടും പരസ്പരം ബന്ധിതമാണ്. അതുപോലെ അനിഷ്കുർലി വലിവാലിദൈക. എന്നെയും നിന്റെ മാതാപിതാക്കൾക്കും ശുക്ർ ചെയ്യണം. എന്നെ ശുക്ർ ചെയ്തത് ഞാൻ സ്വീകരിക്കണമെങ്കിൽ നീ നിന്റെ മാതാപിതാക്കൾക്കും ശുക്ർ ചെയ്യണം. ഇലയ്യൽ മസീർ. നീ മടങ്ങുന്നത് എന്നിലേക്കാണ്. നമ്മളൊക്കെ മടങ്ങേണ്ടത് അള്ളാഹുവിലേക്കാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ സ്നേഹം, അള്ളാഹുവിന്റെ പരിഗണന, അള്ളാഹുവിന്റെ ഭൂമിയിൽ അള്ളാഹുവിന്റെ ഉഖ്റവിയായ പാരത്രിക ലോകത്ത് വിജയം ലഭിക്കാൻ ആഗ്രഹിക്കുന്നവർ മാതാപിതാക്കളെ അനുസരിക്കാതെ, ഉമ്മമാരെ അനുസരിക്കാതെ, ഉപ്പമാരെ അനുസരിക്കാതെ രക്ഷപ്പെടാൻ പറ്റൂല. സ്വർഗത്തിന്റെ കവാടങ്ങളിൽ എഴുതി വെക്കപ്പെട്ടിരിക്കുന്നത് ഹറാമുൻ. 3 കൂട്ടം ആളുകൾക്ക് സ്വർഗം ഹറാമാണ്. 3 കൂട്ടം ആളുകൾക്ക് സ്വർഗം ഹറാമാണ്. ആരാണ് ആ 3 കൂട്ടം? ഒന്ന് അൽആഖുലിവാലിദൈ. മാതാപിതാക്കളോട് മോശമായി പെരുമാറുന്ന ആളുകൾക്ക് സ്വർഗം ഹറാമാണെന്ന് സ്വർഗത്തിന്റെ കവാടങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പൊ സ്വർഗത്തിലേക്ക് എത്താനുള്ള വഴി മാതാപിതാക്കളെ ബഹുമാനിക്കലും മാതാപിതാക്കളെ അനുസരിക്കലുമാണ്. മൻ ഖതഅനി ഖതഅഹു അല്ലാഹ്. എന്നോടുള്ള ബന്ധം ആരെങ്കിലും വിച്ഛേദിച്ചാൽ അവനുമായുള്ള ബന്ധം ഞാൻ വിച്ഛേദിച്ചിരിക്കുന്നു. മൻ വസലനി വസലഹു അല്ലാഹ്. ആരെങ്കിലും എന്നോടുള്ള ബന്ധം ചേർത്താൽ അവരോടുള്ള ബന്ധം ഞാൻ ചേർത്തിരിക്കുന്നു. കുടുംബ ബന്ധം ചേർക്കുന്ന ആളുകൾ ഇന്ന സുലതർ റഹിമി ഇന്ന സ്വദഖത വസിലതർ റഹിമി തദ്ഫഉ അൻ മൈതതി സൂ.
സ്വതക്ക നൽകിയാലും കുടുംബബന്ധം ചേർത്താലും മോശമായ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുമ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ പഠിപ്പിക്കുമ്പോ ഈമാൻ സലാമത്തായി മരിക്കണമെങ്കിൽ മാതാപിതാക്കളോടുള്ള ആ ഒരു മര്യാദ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തിയിരിക്കണം. അള്ളാഹു എല്ലാ തെറ്റുകൾക്കും ഭൂമിയിൽ ശിക്ഷകൾ നൽകാറില്ല. എല്ലാ തെറ്റുകൾക്കും അള്ളാഹു ഭൂമിയിലല്ല ശിക്ഷ നൽകുന്നത്, ആഖിറത്തിലേക്ക് എടുത്തു വെക്കുകയാണ്. എന്നാൽ ഒരു ശിക്ഷയ്ക്ക്, ഒരു തെറ്റിന് അള്ളാഹു ദുനിയാവിൽ വെച്ച് തന്നെ ശിക്ഷ നൽകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ പറയാൻ, ഒരു തെറ്റിന് ഞാൻ ദുനിയാവിൽ വെച്ച് തന്നെ ശിക്ഷ നൽകും. ഏതാണ് ആ തെറ്റ്? മാതാപിതാക്കളോട് മോശമായി പെരുമാറിയാൽ ദുനിയാവിൽ വെച്ച് തന്നെ അതിന്റെ ശിക്ഷ നമ്മൾ അനുഭവിക്കേണ്ടി വരും. മാതാപിതാക്കളോട് മോശമായി പെരുമാറുന്ന ആളുകൾ ജീവിതത്തിൽ അത് അനുഭവിക്കാതെ പോകൂല. നമ്മൾ ചെയ്ത നന്മകൾ ഒരിക്കലും അല്ലാഹു കളയൂല. നമ്മൾ ഏത് നന്മ ചെയ്താലും അത് അള്ളാഹുവിന്റെ അടുത്ത് നമ്മൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ നമ്മൾ ചെയ്ത തെറ്റും അള്ളാഹുവിന്റെ അടുത്തുണ്ടാകും. എന്നിട്ട് പറയുന്നുണ്ട് അള്ളാഹു, നിനക്കിഷ്ടമുള്ളതുപോലെ നീ ജീവിച്ചോ, നിനക്കിഷ്ടമുള്ളതുപോലെ ജീവിച്ചോ. നീ എന്താണോ ഇവിടെ ചെയ്തത് അത് നിനക്ക് അനുഭവിക്കാൻ പോകുന്നതാണ്. നീ ചെയ്തതൊക്കെ നിനക്ക് കിട്ടാൻ പോവാണ്. ആസ് യു സോ സോ യു റീപ്പ് എന്ന് പറയുന്നത് പോലെ നീ ചെയ്തത് നിനക്ക് തന്നെ കിട്ടാൻ പോവാണ്. അപ്പൊ മാതാപിതാക്കളോട് നിന്റെ ചെറുപ്പത്തിൽ, നിന്റെ ഈ യുവത്വത്തിൽ നീ മാതാപിതാക്കളോട് ചെയ്തു കൂട്ടുന്നതൊക്കെ നിന്റെ വാർദ്ധക്യത്തിൽ നിന്റെ മക്കൾ നിന്നോട് ചെയ്യും. നീ ഉദ്ദേശിക്കുന്നത് പോലെ നീ പ്രവർത്തിച്ചോ. കമാ തദീനു തുദാൻ. നീ ചെയ്തതൊക്കെ നിനക്ക് തന്നെ ലഭിക്കാൻ പോവുകയാണ്. അപ്പൊ നമ്മുടെ ചെറുപ്പത്തിലോ യൗവനത്തിലോ മാതാപിതാക്കളോട് അപമര്യാദയായി പെരുമാറിയതൊക്കെ നമ്മുടെ വാർദ്ധക്യകാലത്ത് നമ്മൾക്ക് മക്കൾ അതേപോലെ തിരിച്ചു തരും. നമ്മൾ ചെയ്തതിന്റെ ഡബിളായി നമ്മൾക്ക് തിരിച്ചു തരും. അതാണ് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത്. അള്ളാഹു എല്ലാ തെറ്റുകൾക്കുമുള്ള ശിക്ഷ ആഖിറത്തിലേക്ക്, പാരത്രിക ലോകത്തേക്ക് മാറ്റിവെക്കുമ്പോ മാതാപിതാക്കളെ അപമാനിച്ചാലും അവരോട് മോശമായി പെരുമാറിയാലും അള്ളാഹു അതിന്റെ ശിക്ഷ ദുനിയാവിൽ വെച്ച് തന്നെ തരുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. അന്ത്യനാളിന്റെ ലക്ഷണം അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയുണ്ടായി. ഇന്ന മിൻ അലാമിസ് സഅതി വശറാതിഹാ, ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ് അയ്യകൂനൽ വലദു ഗൈളാ, ദേഷ്യം പിടിക്കുന്ന, വാശി പിടിക്കുന്ന മക്കൾ ഉണ്ടാവുന്നത്. മാതാപിതാക്കൾ പറഞ്ഞാൽ അനുസരിക്കാതെ അവരോട് ധിക്കാരത്തോടെ പെരുമാറുന്ന മക്കൾ ഉണ്ടാകുന്നത് അന്ത്യനാളിന്റെ ലക്ഷണങ്ങളാണ്. അയ്യകൂനൽ വലദു ഗൈളാ, മാതാപിതാക്കളോട് ദേഷ്യം പിടിക്കുന്ന, വാശി പിടിക്കുന്ന മക്കൾ ഉണ്ടാവുന്നത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. ആദ്യമായി എണ്ണിത്തരുകയാണ്. ഖിയാമത്ത് നാളിന്റെ ഓരോ അടയാളങ്ങൾ എണ്ണിത്തന്നപ്പോ അതിന്റെ പ്രാരംഭത്തിൽ, അതിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് ഉമ്മമാരനുസരിക്കാത്ത മക്കൾ ഉണ്ടാവൽ ഖിയാമത്ത് നാളിന്റെ ലക്ഷണങ്ങളാണ്. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചു, മതസ്സഅതു യാ റസൂലല്ലാഹ്, നബിയേ എന്നാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുന്നത്? നബി തങ്ങൾ പറഞ്ഞു, മൽ മസ്ഊലു അൻഹാ ബിഅഅലമ മിനസ് സായിൽ, എനിക്ക് നിങ്ങളെക്കാൾ അറിയില്ല. എന്നാൽ അഖ്ബിർനി അൻ അമാറാതിഹാ, നബിയെ അന്ത്യനാളിന്റെ ലക്ഷണങ്ങളെ കുറിച്ച് പറഞ്ഞു തരുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അൻതലിദല്ലമതു റബ്ബതഹാ, അൻതലിദല്ലമതു റബ്ബതഹാ, അടിമ സ്ത്രീ ഉടമയെ പ്രസവിക്കൽ. അടിമ സ്ത്രീ ഉടമയെ പ്രസവിക്കൽ എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളെ ഭരിക്കുന്ന മക്കൾ ഉണ്ടാവുക. മാതാപിതാക്കളെ ഭരിക്കുന്ന, ഞാൻ വരച്ച വരയിലാണ് എന്റെ മാതാപിതാക്കൾ. മക്കള് പറഞ്ഞതുപോലെ വരച്ച വരയിൽ നിർത്തുന്ന മാതാപിതാക്കളെ വരച്ച വരയിൽ നിർത്തുന്ന മക്കൾ ഉണ്ടാവുന്നത് അത് അന്ത്യനാളിന്റെ അടയാളമാണ്. ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല, അന്ത്യനാൾ സംഭവിക്കുകയില്ല. ഏതുവരെ? സ്വന്തം മക്കളെ വളർത്തുന്നതിനേക്കാളും നല്ലത് ഒരു നായയെ വളർത്തുന്നതാണ് എന്ന് മാതാപിതാക്കൾക്ക് തോന്നുന്നത് വരെ അന്ത്യനാൾ സംഭവിക്കൂല. അവസാന കാലഘട്ടം വരുമ്പോ മാതാപിതാക്കൾക്ക് തോന്നും, ഈ മക്കളെ വളർത്തുന്നതിനേക്കാളൊക്കെ നല്ലത് ഒരു നായക്കുട്ടിയെ, ഒരു പട്ടിക്കുട്ടിയെ വളർത്താമായിരുന്നു എന്ന്. ഇങ്ങനെ ഒരു കാലം നമ്മളിലേക്ക് കടന്നു വരും. പലരും ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, വേണ്ടായിരുന്നു ഇതൊക്കെ.
വേണ്ടായിരുന്നു ഈ മക്കളൊക്കെ എന്ന് ഉപ്പമാർ ചിന്തിക്കാൻ തുടങ്ങി. മക്കളുടെ കുരുത്തക്കേടുകൾ കണ്ടുമടുക്കുകയാണ്. മക്കളുടെ അനാചാരങ്ങളും അഹങ്കാരങ്ങളും മോശപ്പെട്ട പ്രവർത്തനങ്ങളും കണ്ട് നിയന്ത്രിക്കാൻ കഴിയാതെ ഉമ്മമാര് കരയുകയാണ്. വേണ്ടായിരുന്നു, ഇതിനേക്കാളും നല്ലത് ഒരു നായ, ഒരു പട്ടിക്കുട്ടി അവരുണ്ടായിരുന്നുവെങ്കിൽ പറഞ്ഞത് കേൾക്കാനും വാലാട്ടി കൂടെ ജീവിക്കാനും ഒരു പട്ടിക്കുട്ടിയെങ്കിലും ഉണ്ടാകുമായിരുന്നു. ഇവരെ കൊണ്ട് ശല്യമല്ലാതെ ഒരു ഉപകാരം പോലും ഇല്ല എന്ന് മാതാപിതാക്കൾ ചിന്തിക്കുന്ന ഒരു സമയത്തേക്ക് നമ്മൾ എത്തിപ്പെട്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഇതാ അന്ത്യനാൾ നമ്മളിലേക്ക് കടന്നു വരികയാണ്. അപ്പൊ ഏറ്റവും പ്രധാനമായത് അന്ത്യനാളിന്റെ ഡേറ്റും അന്ത്യനാൾ എടുത്തു വരുമ്പോ അതിനെ മാറ്റി നിർത്താനുള്ള വഴി, അതിനെ പെട്ടെന്ന് നമ്മുടെ കാലത്ത് തന്നെ സംഭവിക്കാതെ അതിന്റെ ഡേറ്റ് മാറ്റി വെക്കാനുള്ള വഴി എന്താ? നമ്മൾ മാതാപിതാക്കളോട് നല്ല രീതിയിൽ പെരുമാറലാണ്. ഉമ്മമാരെ ബഹുമാനിക്കലും ഉപ്പമാരെ ആദരിക്കലും. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞുവല്ലോ, ലൈസ മിന്നാ മൻ ലം യജുല്ല കബീറനാ വയർഹം സഗീറനാ. മുതിർന്ന ആളുകളെ ബഹുമാനിക്കാത്തവൻ എന്നിൽപ്പെട്ടവനല്ല. വയർഹം സഗീറനാ, ചെറിയ ആളുകളോട് കാരുണ്യം ചെയ്യാത്തവനും എന്നിൽപ്പെട്ടവനല്ല. ബഹുമാനിക്കേണ്ട ആളുകളെ ബഹുമാനിക്കണം, അതൊരു മുസ്ലിമിന്റെ ലക്ഷണമാണ്. ലൈസ മിന്നാ, ഞങ്ങളിൽ പെട്ടവനല്ല. മല്ലം യജുല്ല കബീറനാ, വയസ്സിന് മുതിർന്ന ആളുകളെ ബഹുമാനിക്കാത്തവൻ എന്നിൽപ്പെട്ടവനല്ല. വയർഹം സഗീറനാ, ചെറിയ മക്കളോട് കാരുണ്യം കാണിക്കാത്തവനും എന്നിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞാൽ മുസ്ലിമല്ല എന്നല്ല അതിന്റെ അർത്ഥം. ലൈസ മിന്നാ, ഞങ്ങളിൽ പെട്ടവനല്ല എന്ന് പറഞ്ഞാൽ മുസ്ലിമല്ല. ഒരു മുസ്ലിമിന്റെ അടയാളം, ഒരു മുസ്ലിമിന്റെ ലക്ഷണം മുതിർന്ന ആളുകളെ ബഹുമാനിക്കലാണ്. ചെറിയ കുട്ടികളെ അവരോട് കാരുണ്യത്തോടെ പെരുമാറലാണ്. അല്ലാഹു നമ്മൾക്കൊക്കെ ബോധം നൽകട്ടെ. അപ്പോ മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം ഉപദേശം നൽകുന്നതിനിടയിൽ അല്ലാഹു നമ്മെ പഠിപ്പിക്കുകയാണ്, വവസ്വൈനൽ ഇൻസാന, ഞാൻ ജനങ്ങളോട് ഉപദേശിച്ചു, ജനങ്ങളോട് ഞാൻ പറഞ്ഞു കൊടുത്തു, എന്ത്? ബിവാലിദൈ, മാതാപിതാക്കളോട് നല്ല രീതിയിൽ പെരുമാറണമെന്ന്. അപ്പോ മാതാപിതാക്കളോട് വളരെ നല്ല രീതിയിൽ പെരുമാറേണ്ടത് മക്കളുടെ ദൗത്യമാണ്. ഇനി മക്കളോട് മാതാപിതാക്കൾക്കുള്ള ചില ദൗത്യങ്ങൾ മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മകനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ ഫതകുൻ ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർളി യഅതി ബിഹല്ലാഹ് ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. എന്റെ പൊന്നുമോനെ, അങ്ങനെയാ വിളിക്കാറ്. യാ ബുനയ്യ, എന്റെ പൊന്നുമോനെ. പല മാതാപിതാക്കളും മക്കളെ വിളിക്കുന്നത് വൃത്തികെട്ട നാമങ്ങളാണ്. ആവശ്യമില്ലാത്ത തെറി വാക്കുകളൊക്കെ മക്കളെ വിളിക്കുന്ന മാതാപിതാക്കളുണ്ട്. വളരെ മോശമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മക്കളെ അങ്ങനെ വിളിച്ചു പോകരുത്. ഒരുപാട് മാതാപിതാക്കൾ മക്കളങ്ങനെ പരാതി പറയാറുണ്ട്. മക്കളെ ചീത്ത പേരിട്ട് വിളിക്കുക. ചെറുപ്പക്കാർ പരസ്പരം അടിപിടി കൂടുമ്പോൾ വിളിക്കുന്ന തെറിയ അഭിഷേകങ്ങളൊക്കെ മക്കളുടെ പേരിലിട്ട് വിളിക്കുന്ന മാതാപിതാക്കളുണ്ട്. അങ്ങനെ വിളിക്കാൻ പാടില്ല. ഏറ്റവും നല്ല നാമം സ്നേഹത്തോടെ വിളിക്കണം. അതാണ് ലുഖ്മാൻ അലൈഹിസ്സലാമിന്റെ ഈ ഒരു ഉപദേശത്തിൽ നിന്ന് നമ്മൾക്ക് പഠിക്കാനും മനസ്സിലാക്കാനും സാധിക്കുന്നത്. യാ ബുനയ്യ, എന്റെ പൊന്നുമോനെ, എന്റെ കൊച്ചുമോനെ. ഇന്നഹാ ഇൻ തഖു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ. ശിർക്ക്, അത് ചെറിയ ഒരു അണുമണി തൂക്കം, ഒരു കടുകുമണിയോളം ചെറുതായ ഒരു ശിർക്കാണെങ്കിലും ശരി, ഒരു തെറ്റാണെങ്കിലും ശരി. ഇന്നഹാ ഇൻ തഖു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകുൻ ഫീ സഖറ. നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ, നമ്മൾ ചെയ്യുന്ന പാപങ്ങൾ എത്ര ചെറുതാണെങ്കിലും ഏതെങ്കിലും ഒരു പാറക്കെട്ടിന്റെ മുകളിൽ വീണ കടുകുമണിയെ അല്ലാഹുവിനെ കണ്ടെത്താൻ കഴിയുന്നത് പോലെ എത്ര ചെറിയ പാപമാണെങ്കിലും അല്ലാഹു നമ്മുടെ പാപം കാണുന്നുണ്ട് എന്ന് മക്കളോട് പറയണമെന്ന് മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചുവല്ലോ, മൽ ഇഹ്സാൻ, എന്താണ് നബിയെ ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ? നന്മ എന്ന് പറഞ്ഞാൽ എന്താ? അൻ തഅബുദല്ലാഹ കഅന്നക തറാ, അല്ലാഹുവിനെ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ ആരാധിക്കണം. അങ്ങനെ നിങ്ങൾക്ക് സാധിക്കുന്നില്ലേ? ഫഇല്ലം തകുൻ തറാ ഫഇന്നഹു യറാക്, അല്ലാഹുവിനെ നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണുന്നില്ലെങ്കിൽ അല്ലാഹു നമ്മെ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നൊരു ചിന്ത നമ്മളിൽ ഉണ്ടാവുക. അല്ലാഹു നമ്മെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊരു ചിന്ത നമ്മളിൽ ഉണ്ടാകണം. ഇത് നമ്മുടെ മക്കളോട് ചെറുപ്പത്തിൽ തന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇത്തഖില്ലാഹ ഹൈസുമാ കുന്ത, എവിടെയായാലും, സ്കൂളിലാണെങ്കിലും
ക്യാമ്പസിലാണെങ്കിലും ജോലിക്ക് പോവുകയാണെങ്കിലും എവിടെയാണെങ്കിലും ഇത്തഖില്ലാഹ്, അല്ലാഹുവിനെ പേടിക്കാതെ ജീവിക്കരുത്. ഇരുട്ടത്താണെങ്കിലും ഒറ്റയ്ക്കാണെങ്കിലും ആളുകൾക്കിടയിലാണെങ്കിലും ആൾക്കൂട്ടത്തിന്റെ മധ്യത്തിലാണെങ്കിലും ഇത്തഖില്ലാഹ ഹൈസുമാ കുന്ത, നിങ്ങൾ എവിടെയാണെങ്കിലും അല്ലാഹുവിനെ പേടിക്കാതെ നിങ്ങൾ ജീവിച്ചു പോകരുത്. ജീവിതത്തിൽ തെറ്റ് വന്നാലോ ജീവിതത്തിൽ ഒരു തെറ്റ് ചെയ്താൽ അതിനെ മറികടക്കാൻ പറ്റുന്ന ഒരു നന്മ ചെയ്യണം. നിങ്ങൾ ഒരു തെറ്റ് ചെയ്താൽ ആ തെറ്റിനെ മറക്കാൻ പറ്റുന്ന ഒരു നന്മ നിങ്ങൾ ചെയ്യണം എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു ഉപദേശം നമ്മുടെ മക്കളോട് നമ്മൾ പറയണം. ജീവിതത്തിന്റെ തുടക്കകാലം മുതൽ തന്നെ മക്കൾക്ക് നൽകേണ്ട ഉപദേശങ്ങളിൽപ്പെട്ട ഉപദേശങ്ങളാണ്. പ്രത്യേകിച്ച് കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, എല്ലാ മക്കളും ജനിക്കുന്നത് നല്ലൊരു പ്രകൃതിയിലാണ്, നല്ലൊരു അവസ്ഥയിലാണ്, നല്ലൊരു സാഹചര്യത്തിലാണ്. അവരെ ക്രിസ്ത്യാനിയാക്കുന്നത്, അവരെ മുസ്ലിമാക്കുന്നത്, അവരെ ഹിന്ദുവാക്കുന്നതൊക്കെ മാതാപിതാക്കളാണ്. ഒരു മാതാവിന്റെയും ഉമ്മയുടെയും ഉപ്പ മുസ്ലിമായ മാതാപിതാക്കളിൽ ജനിച്ചു വീണ മക്കളാണെങ്കിൽ അവർ മുസ്ലിമാണ്. ഹിന്ദുവായ മാതാപിതാക്കളിൽ നിന്ന് ജനിച്ചു വീണ മക്കൾ അവർ ഹിന്ദുവാണ്. ഇനി ക്രൈസ്തവ മതത്തിലെ മാതാപിതാക്കളിൽ നിന്ന് ജനിച്ചു വീണവർ ക്രൈസ്തവരാണ്. അപ്പൊ മക്കൾ ജനിച്ചു വീഴുന്നത് ഹിന്ദുവായിട്ടോ മുസ്ലിമായിട്ടോ പിന്നെ കാഫിറായിട്ടോ ക്രിസ്ത്യാനിയായിട്ടോ അല്ല. അവർ ഒരു മാതാപിതാക്കളുടെ ഏത് രീതിയിൽപ്പെട്ട മാതാപിതാക്കളാണോ അവരുടെ അതേ മതത്തിൽപ്പെട്ട ആളുകളായിട്ടാണ് മക്കൾ എന്ത് ചെയ്യുക, പിറന്നു വീഴുക. എല്ലാവരും ഒരേ അവസ്ഥയിൽ പിറന്നു വീഴുന്നു. പക്ഷേ ആ മാതാപിതാക്കൾ എങ്ങോട്ടാണോ പോകുന്നത് അതേ ഒരവസ്ഥയിലേക്ക് മക്കളും പോകുന്ന ഒരവസ്ഥയാണ് അള്ളാഹുവിന്റെ ഹബീബ് നമ്മെ പഠിപ്പിച്ചത്. അപ്പൊ നല്ല മാതാപിതാക്കളാണെങ്കിൽ നമ്മുടെ മക്കളും നല്ലവരാകും. മോശപ്പെട്ട മാതാപിതാക്കളാണെങ്കിൽ മക്കളും മോശക്കാരാകും. അതിൽ യാതൊരു സംശയവുമില്ല. അള്ളാഹു നമ്മളെയും നമ്മുടെ മക്കളെയും ഒക്കെ അള്ളാഹു സാലിഹീങ്ങളിൽ പെടുത്തട്ടെ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വൽബലദു ത്വയ്യിബു യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബി. നല്ല മക്കളാ, നല്ല മാതാപിതാക്കളാണെങ്കിൽ അവിടെ നിന്നാണ് നല്ല മക്കൾ ഉണ്ടാവുന്നത്. വൽബലദു ത്വയ്യിബു യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബി. നല്ല ഭൂമിയിൽ നിന്നാണ് നല്ല വൃക്ഷങ്ങൾ ഉണ്ടാകുന്നത്, നല്ല ഫലങ്ങൾ ഉണ്ടാകുന്നത്, നല്ല കൃഷി ഉണ്ടാകുന്നത് നല്ല ഭൂമിയിൽ നിന്നാണ്. വല്ലദീ ഖബുസ ലാ യഖ്റുജു ഇല്ലാ നകിദാ. ഇനി മോശപ്പെട്ട ഭൂമിയാണെങ്കിൽ അതിൽ നിന്ന് പാഴ്ചെടികളാണ് വളർന്നു വരുന്നത്. പീഠഭൂമിയാണെങ്കിൽ അവിടെ കൃഷി തഴച്ചു വളരൂല, അവിടെ മരങ്ങൾക്ക് ഫലങ്ങൾ ഉണ്ടാവൂല. നല്ല ഭൂമിയിൽ നിന്നുള്ള കൃഷികൾക്ക്, നല്ല ഭൂമിയിൽ നിന്നുള്ള ഏതെങ്കിലും മരങ്ങൾക്ക് നല്ല ഫലങ്ങൾ കാഴ്ചവെക്കാൻ പറ്റുകയുള്ളൂ. മോശപ്പെട്ട ഭൂമിയാണെങ്കിൽ മോശപ്പെട്ട ഫലങ്ങളും മോശപ്പെട്ട ഫലങ്ങളാണ് അതിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞുവല്ലോ, നിസാഉകും ഹർസുൽ ലക്കും. നിങ്ങളുടെ പെണ്ണുങ്ങൾ നിങ്ങളുടെ കൃഷിയിടമാണ്. നമ്മുടെ പെണ്ണുങ്ങൾ നമ്മുടെ കൃഷിയിടമാണ്. നല്ല കൃഷിയിടം, നല്ല ഭൂമി നോക്കി കൃഷി ചെയ്യാൻ പോകുന്നത് പോലെ നല്ല മക്കൾ ഉണ്ടാവാൻ നല്ല പെണ്ണുങ്ങളെ നോക്കി നിങ്ങൾ അന്വേഷിക്കണമെന്ന് ഖുർആൻ നമ്മൾക്കൊരു പാഠം നൽകുകയാണ്. നിസാഉകും ഹർസുൽ ലക്കും, നിങ്ങളുടെ ഭൂമി അത് നിങ്ങളുടെ പെണ്ണുങ്ങളാണ്. ഇനി നല്ല ഭൂമിയാണെങ്കിൽ നല്ല പെണ്ണുങ്ങളാണെങ്കിൽ വൽബലദു ത്വയ്യിബു യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബി. നല്ല ഉമ്മമാരിൽ നിന്ന് നല്ല മക്കൾ ഉണ്ടാകുമെന്നും ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഏതായാലും എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, സഹോദരിമാർ ശ്രദ്ധിക്കേണ്ടത്, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് മദീനയിലേക്ക് കിസ്റയുടെയും കൈസറിന്റെയും കൊട്ടാരങ്ങളിൽ നിന്ന് വലിയ കൂമ്പാരം പോലെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന സ്വർണത്തിന്റെയും വെള്ളിയുടെയും പർവ്വതം കണക്കെ കൂട്ടിയിട്ടിരിക്കുന്ന ഖജനാവിലെ ഓരോ മുത്തുകളും രത്നങ്ങളും സ്വർണങ്ങളും വെള്ളികളും ഗനീമത്ത് സ്വത്തായി കാണാനിടയായപ്പോ മഹാനായ ഉമർ തങ്ങൾ പറഞ്ഞു, എന്തോ ഒരു വിശ്വസ്തരായ ആളുകളാണ് കിസ്റയുടെയും കൈസറിന്റെയും കൊട്ടാരത്തിൽ നിന്ന് ഒരുപാട് സ്വർണങ്ങൾ കൊണ്ടുവന്നവർ. എന്തോ ഒരു വിശ്വസ്തരാണ് അവർ. വിശ്വസ്തരായതുകൊണ്ട് ഇതിൽ നിന്നൊരു അണുമണി തൂക്കം അവർ കട്ടെടുത്തിട്ടില്ല, അപഹരിച്ചിട്ടില്ല, മോഷ്ടിച്ചിട്ടില്ല. വലിയൊരു പർവ്വതം പോലെ കൂട്ടിവെച്ചിരിക്കുകയാണ് സ്വർണങ്ങളും വെള്ളിയും അവിടെ നിന്ന് കിട്ടിയ ഗനീമത്ത് സ്വത്തുകൾ. ഒരാളൊരു കുന്തം ഉയർത്തിപ്പിടിച്ചാൽ അപ്പുറത്തുള്ള ആളുകൾക്ക് കാണാത്ത രീതിയിൽ സ്വർണങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അപ്പോഴാണ് മഹാനായ ഉമർ തങ്ങൾ പറഞ്ഞത്, എന്ത് ഈ കൊണ്ടുവന്ന ആളുകളൊക്കെ വിശ്വസ്തരാണ്, അവർ ഇതിൽ നിന്ന് അല്പം പോലും അപഹരിച്ചിട്ടില്ല, മോഷ്ടിച്ചിട്ടില്ല. അപ്പോഴാണ് മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു ഉമർ തങ്ങളോട് പറയുന്നത്, ലഖദ് അഫിഫ്ത ഫഅഫൂ. ഉമർ തങ്ങളെ നിങ്ങൾ മാതൃകാ യോഗ്യനാണ്. നിങ്ങൾ ഇവിടെ നല്ല ഭരണം കാഴ്ചവെച്ചു, നിങ്ങൾ ആളുകളോട് നീതി കാണിച്ചു, നല്ല ഭരണമാണ്. അതുകൊണ്ട് നിങ്ങളുടെ പ്രജകളും നല്ലതേ നിങ്ങളോട് ചെയ്യുകയുള്ളൂ. നിങ്ങൾ നന്നായാൽ നിങ്ങളുടെ മക്കൾ നിങ്ങളോട് നല്ലതേ ചെയ്യുകയുള്ളൂ.
നിങ്ങൾ മോശത്തരത്തിൽ വീണുപോയിരുന്നെങ്കിൽ, നിങ്ങൾ തെറ്റ് ചെയ്തിരുന്നുവെങ്കിൽ അവരും തെറ്റ് ചെയ്തേനെ. അലി തങ്ങളുടെ ഉപദേശമാണ്. അലി തങ്ങൾ ഉമർ തങ്ങളോട് പറയാൻ, യാ അമീറൽ മുഅ്മിനീൻ, നിങ്ങൾ നന്മ ചെയ്തത് കൊണ്ടാണ് നിങ്ങളുടെ പ്രജകൾ നന്മ ചെയ്തത്. നിങ്ങൾ എങ്ങാനും തിന്മ ചെയ്ത് അണികൾക്ക് അവരുടെ നീതി നൽകാതെ, അവരുടെ അവകാശങ്ങൾ നൽകാതെ അക്രമം കാണിക്കുന്ന ഒരു ഭരണാധികാരി ആയിരുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രജകൾ നിങ്ങളോട് അതേപോലെയായിരിക്കും പെരുമാറുക എന്ന് അലി തങ്ങൾ പറയുമ്പോ, നല്ല മാതാപിതാക്കൾക്ക് നല്ല മക്കളുണ്ടാകും. മാതാപിതാക്കൾ മോശക്കാരായാൽ മക്കളും മോശക്കാരാകും. മക്കൾക്ക് കളവ് പറയാനും തെറ്റ് ചെയ്യാനും പഠിപ്പിക്കുന്നത് മാതാപിതാക്കളാണ്. നമ്മൾ പറഞ്ഞു, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, നിഷ്കളങ്കരായിട്ടാണ് മക്കൾ പിറന്നു വീഴുന്നത്. ആ മക്കളെ കള്ളന്മാരാക്കുന്നത് മാതാപിതാക്കളാണ്. ആ മക്കളെ ആലിമ്യങ്ങളാക്കുന്നത് മാതാപിതാക്കളാണ്. ആ മക്കളെ രാഷ്ട്രീയ നേതാക്കളാക്കുന്നത് മാതാപിതാക്കളാണ്. ആ മക്കളെ സ്വാലിഹീങ്ങളായ അള്ളാഹുവിനെ പേടിയുള്ള മുത്തഖീങ്ങളാക്കുന്നതും ക്രിമിനലാക്കുന്നതും മാതാപിതാക്കളാണ്. മാതാപിതാക്കളുടെ കയ്യിലാണ് മക്കളുടെ ഭാവിയുള്ളത്. ആബിദ ബീഗം എന്ന് പറയുന്ന ഇന്ത്യ കണ്ട ഒരു റോൾ മോഡൽ, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മാതാവ്, നമ്മളൊക്കെ പഠിക്കേണ്ട, നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട, നമ്മളൊക്കെ ജീവിതത്തിൽ പകർത്തേണ്ട ഒരു മാതാവുണ്ട്. ആ മാതാവിന്റെ പേരാണ് ആബിദ ബീഗം എന്നുള്ളത്. ആ മാതാവ് തന്റെ പൊന്നുമക്കൾ മഹാനായ മൗലാന ഷൗക്കത്ത് അലി, മഹാനായ മൗലാന മുഹമ്മദ് അലി ജൗഹർ, ഈ രണ്ട് മക്കളെ ഇന്ത്യ രാജ്യത്തിന് വേണ്ടി വലിയ പോരാളികളായി ഇന്ത്യ രാജ്യത്തിന് സമർപ്പിക്കുകയുണ്ടായി. ആരാണവർ? ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ചെന്ന് വലിയ റാങ്കോടുകൂടി ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ചെന്ന് പഠിക്കാൻ അവസരം ലഭിച്ച രണ്ട് മുസ്ലിമീങ്ങളായ സ്വാതന്ത്ര്യ സമര സേനാനികളായിരുന്നു അവർ. പക്ഷേ ഇന്ന് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്തെ ആളുകൾക്ക് സ്വപ്നമാണ്. അവിടെ കിട്ടണമെങ്കിൽ അത്രയും വലിയ ക്വാളിഫിക്കേഷൻ വേണം, അത്രയും വലിയ ഉയർന്ന റാങ്കുകൾ വേണം. എന്നിട്ടും വളരെ വിരലിലെണ്ണാവുന്ന ആളുകളെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ചെന്ന് പഠിച്ചിട്ടുള്ളൂ. മഹാനായ മൗലാന മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും ആബിദ ബീഗം എന്ന് പറയുന്ന മാതൃകാ യോഗ്യയായ മാതാവിന്റെ രണ്ട് മക്കളാണ്. ആ മക്കൾ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ വേണ്ടി പോകുമ്പോ, ഭൗതിക പഠനത്തിന് വേണ്ടി പോകുമ്പോ മാതാവ് നൽകുന്ന ഉപദേശം, പൊന്നുമക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തഹജ്ജുദ് പോലും ഖളാ ആവരുതെന്നാണ്, ഒരു തഹജ്ജുദ് പോലും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകരുത് എന്നാണ്. ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളോട് ഞാൻ ചോദിക്കട്ടെ, സ്കൂളിലേക്ക് പോകുന്ന, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി അല്ല, ഒരു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പോലും വേണ്ട, സ്കൂളിലേക്ക്, ഇംഗ്ലീഷ് മീഡിയങ്ങളിലേക്ക്, സാധാ നോർമൽ ഗവൺമെന്റ് സ്കൂളിലേക്ക് പഠിക്കാൻ പോകുന്ന മക്കളോട് ഏതെങ്കിലും ഒരു മാതാവ് പറയാറുണ്ടോ ഉച്ചയ്ക്കത്തെ ളുഹ്ർ നിസ്കാരം നഷ്ടപ്പെടുത്തരുത് എന്ന്, അസറിന്റെ നിസ്കാരം നഷ്ടപ്പെടുത്തരുത് എന്ന്? നമ്മൾ പറയാറില്ല. എന്നിട്ട് നമ്മൾ ആഗ്രഹിക്കുകയാണ് മക്കൾ നന്നാവണമെന്ന്. നമ്മുടെ ഭാഗത്താണ് മിസ്റ്റേക്സ് വന്നത്, നമ്മുടെ ഭാഗത്താണ് തെറ്റുകൾ വന്നത്. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്, മുറു ഔലാദകും ബിസ്സലാത്ത്, 7 വയസ്സായാൽ മക്കളോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം. ലാഇബ് ഇബ്നക സബ്അൻ, 7 വയസ്സ് വരെ മക്കളെ കളിപ്പിക്കാനാണ്. 7 വയസ്സ് വരെ മക്കളെ കളിപ്പിക്കാൻ. അപ്പോഴല്ല സംസ്കാരം പഠിപ്പിക്കേണ്ടത്, അപ്പോഴല്ല അദബ് പഠിപ്പിക്കേണ്ടത്. മഹാനായ ഉമർ തങ്ങൾ പറഞ്ഞതുപോലെ, മൻ കാന ലഹു സബിയുൻ ഫല്യതസ്വാബല, ഒരാൾക്ക് മകനുണ്ടായാൽ, ഒരാൾക്ക് കുഞ്ഞുണ്ടായാൽ, ഒരാൾക്ക് മക്കളുണ്ടായാൽ അയാൾ കുഞ്ഞുങ്ങളെ പോലെ കളിക്കണം. മക്കളുണ്ടായാൽ കുട്ടികളെ പോലെ കളിക്കണം. അതിന് സമയം കണ്ടെത്തണം. എനിക്ക് ഗൾഫിലാണ്, ഞാൻ ഗൾഫിലാണ്, എനിക്ക് സമയമില്ല, മക്കളോട് സംസാരിക്കാൻ സമയമില്ല, ഉമ്മയ്ക്ക് അടുക്കളയിലെ ജോലിയാണ്, പിന്നെ ആരാ മക്കളെ നോക്കുക? അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ കിടന്നിട്ട് തല ഉയർത്താതിരുന്നപ്പോ ഒരു സ്വഹാബി എണീറ്റ് നോക്കുകയാണ്. എന്തേ നബി തങ്ങൾ ആരെങ്കിലും വധിച്ചു പോയോ? സുജൂദിൽ നിന്ന് തല ഉയർത്തുന്നില്ലല്ലോ. അപ്പോഴാണ് സ്വഹാബി കണ്ടത് നബി തങ്ങളുടെ ഷോൾഡറിൽ കയറി കുത്തിയിരിക്കുന്ന ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ. സുജൂദിൽ കിടന്നപ്പോ ഷോൾഡറിൽ കയറിയിരിക്കുന്നത് തന്റെ പേരക്കുട്ടികളാണ്, തന്റെ മകളുടെ മക്കളാണ്. നിസ്കാരം കഴിഞ്ഞ ഉടനെ സ്വഹാബാക്കൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, മുത്തുനബിയെ, നിസ്കാരത്തിൽ ഒരുപാട് സമയം നിങ്ങൾ സുജൂദിൽ കിടന്നല്ലോ, ഞങ്ങൾ വിചാരിച്ചു അങ്ങ് മരിച്ചുപോയോ എന്ന് ഞങ്ങൾ ഭയന്നു നബിയെ എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഞാൻ സുജൂദിൽ കിടന്നപ്പോ എന്റെ പേരക്കുട്ടികൾ എന്റെ ഷോൾഡറിൽ കയറി ഇരിക്കുകയുണ്ടായി. അവരെ വെറുപ്പിക്കരുത് എന്ന് ഞാൻ കരുതി, അവർക്ക് മുഷിപ്പുണ്ടാക്കരുത് എന്ന് ഞാൻ കരുതി, അവരെ വേദനിപ്പിക്കരുത് എന്ന് ഞാൻ കരുതി. അവർ എണീറ്റ് പോകുന്നത് വരെ ഞാൻ സുജൂദിൽ കിടന്നതാണ്. അവർ എന്റെ ഷോൾഡറിൽ നിന്ന് താഴേക്ക്
പോയപ്പോൾ അപ്പോഴാണ് ഞാൻ സുജൂദിൽ നിന്ന് ഉയർന്നത് എന്ന് അള്ളാഹുവിന്റെ ഹബീബ് പറയുമ്പോൾ ഉമർ തങ്ങളുടെ വാക്കുകൾക്ക് നമ്മൾ കാതോർക്കണം. മൻ കാന ലഹു സബിയുൻ ഫല്യതസാബല. ഒരാൾക്ക് കുട്ടിയുണ്ടായാൽ കുട്ടികളെ പോലെ അവർ കളിക്കണം, കുട്ടികളെ പോലെ അവർ അനുഭവിക്കണം. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം 2 കൈകൾ താഴേക്ക് കുത്തി, കാലുകൾ താഴേക്ക് കുത്തി, കുതിരകൾ സഞ്ചരിക്കുന്നത് പോലെ, 4 കാലി മൃഗങ്ങൾ സഞ്ചരിക്കുന്നത് പോലെ സഞ്ചരിക്കുമായിരുന്നു. തന്റെ പേരക്കുട്ടികൾ ഷോൾഡറിൽ കയറി കുതിരകളുടെ മുകളിൽ കയറി കടിഞ്ഞാൺ വിളിക്കുന്നത് പോലെ അള്ളാഹുവിന്റെ ഹബീബിനെ കുതിരയാക്കി പേരക്കുട്ടികൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു കളിക്കുമായിരുന്നു ചെറുപ്രായത്തിൽ. ഇത് ലോകത്തിന്റെ മുത്താണ്. ലോകത്തിന്റെ സൃഷ്ടാവിന്റെ ഏറ്റവും അഷ്റഫായ, ഏറ്റവും ശ്രേഷ്ഠനായ, ഉത്തമനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പേരക്കുട്ടികളോട് കളിക്കാൻ സമയം കണ്ടെത്തുകയാണ്. നമ്മൾ പറയും നമ്മൾക്ക് സമയമില്ല. ഞാൻ ചോദിക്കട്ടെ, ഒരുപാട് രാജ്യങ്ങളിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന, ഒരുപാട് രാഷ്ട്രങ്ങളുടെ നിയന്ത്രണമുള്ള, ഒരുപാട് രാഷ്ട്രങ്ങളിലേക്ക് ദീനിന്റെ പ്രചാരണം എത്തിക്കേണ്ട ഒരു ശരീഅത്തിന്റെ നേതാവ്, ഒരു ശരീഅത്ത് കൊണ്ടുവന്ന അള്ളാഹുവിന്റെ ഹബീബിന് സമയം കണ്ടെത്തിയെങ്കിൽ എന്തേ നമ്മൾക്ക് സമയം ലഭിക്കാത്തത്? എന്തേ നമ്മൾക്ക് സമയം ലഭിക്കാത്തത്? അള്ളാഹുവിന്റെ ഹബീബിന് എന്തൊക്കെ പണികളുണ്ട്? സംശയം ചോദിച്ചു വരുന്ന ആളുകൾക്ക് സംശയത്തിനുള്ള ഉത്തരങ്ങൾ നൽകണം, അതിനുള്ള നിവാരണങ്ങൾ നൽകണം. ഒരുപാട് ആളുകളെ പല സ്ഥലങ്ങളിലേക്കും യുദ്ധത്തിന് പറഞ്ഞയച്ചിരിക്കുന്നു. ഒരുപാട് ആളുകളിലേക്ക് ദഅവത്ത് എത്തിക്കണം. അങ്ങനെ ഇഷ്ടം പോലെ തിരക്ക് പിടിച്ച അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ തിരക്ക് പിടിച്ച കാലയളവിൽ തന്റെ മക്കളെ പ്രത്യേകം കളിപ്പിക്കാനും അവരുടെ കൂടെ സമയം ചെലവഴിക്കാനും സമയം കണ്ടെത്തിയിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ മക്കളോട് കളിക്കാനോ അവരോട് കുശലാന്വേഷണങ്ങൾ പറയാനോ സമയം കണ്ടെത്താറില്ല. 7 വയസ്സുവരെ മക്കളോട് കളിക്കണം. 7 മുതൽ 14 വരെയാണ് സംസ്കാരം പഠിപ്പിക്കേണ്ടത്. സമസ്തയുടെ അൽബിർ പ്രീ സ്കൂൾ ഇന്ന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. അതിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. എന്താ? 1 മുതൽ 6 വയസ്സ് വരെയാണ് കുട്ടികളുടെ ബുദ്ധി വികസിക്കുക. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, സോഷ്യൽ ഡെവലപ്മെന്റ്, ഫിസിക്കൽ ഡെവലപ്മെന്റ്, ഇങ്ങനെ ഒരുപാട് വികസനങ്ങൾ നടക്കുന്നത് 1 മുതൽ 6 വയസ്സ് വരെയാണ്. 6 വയസ്സ് വരെയാണ് വളർച്ചയുണ്ടാവുക. കുട്ടിയുടെ ബുദ്ധി വളരുന്നത് 1 മുതൽ 6 വരെയാണ്. 6 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ വികസിക്കലാണ്. 6 വയസ്സ് വരെ വളരലാണ്. 6 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ വികസിക്കലാണ്. അതെങ്ങനെയാണ് നമ്മൾ വളർത്തേണ്ടത്? നമ്മുടെ വീട്ടിൽ ആരാരുമില്ലാതെ ഒറ്റയ്ക്കിരുന്നാൽ നമ്മുടെ കുട്ടികൾക്ക് സോഷ്യൽ ഡെവലപ്മെന്റ് ഉണ്ടാവൂല. കോഗ്നിറ്റീവ് ബുദ്ധിപരമായിട്ടുള്ള ഡെവലപ്മെന്റും കുട്ടികൾക്ക് ഉണ്ടാവൂല. ഒരുപക്ഷെ ഫിസിക്കൽ ശാരീരികമായിട്ടുള്ള വികസനം ഉണ്ടാകാം. ബുദ്ധിപരമായി സാമൂഹികപരമായുള്ള വളർച്ച നമ്മുടെ മക്കൾക്ക് ഒറ്റയ്ക്ക് വീട്ടിലിരുന്ന് ഉമ്മ അടുക്കളയിൽ തിരക്കാണ്, ഉപ്പ ജോലിയുടെ തിരക്കാണ്, കുട്ടികൾക്ക് ഉണ്ടാവൂല. അപ്പോഴാണ് നമ്മുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അൽബിർ സ്കൂളിന്റെ ആ ഒരു പ്രസക്തി നമ്മൾ മനസ്സിലാക്കേണ്ടത്. 3 വയസ്സായ കുട്ടികൾക്ക് 6 വയസ്സ് വരെ അവർക്കുള്ള വികസനങ്ങൾ നൽകുന്നത് കളിച്ചുകൊണ്ടാണ്. അവരുടെ കൂടെ കളിച്ചിട്ട് അവർക്ക് പ്രത്യേകമായി ഹോംവർക്ക് കൊടുക്കാറില്ല, അവർക്ക് പ്രത്യേകമായിട്ടുള്ള ട്രീറ്റ്മെന്റോ ശിക്ഷയോ ഒന്നും കൊടുക്കാറില്ല. അവരുടെ കൂടെ കളിപ്പിച്ച് പഠിപ്പിക്കുകയാണ്. 7 വയസ്സ് വരെ കളിക്കാനാണ് പറഞ്ഞത്. കളിച്ച് 2 വർഷം അവരുടെ കൂടെ കളിച്ച് അവരുടെ ബുദ്ധിയും അവരുടെ ശാരീരികമായി മാനസികമായിട്ടുള്ള വികസനം അവർക്ക് നൽകുകയാണ്. അത് ഓരോ മാതാപിതാക്കളുടെയും ദൗത്യമാണ്. അത് കഴിഞ്ഞാലോ 7 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ സംസ്കാരം പഠിപ്പിക്കേണ്ട സമയമാണ്. അള്ളാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, 7 വയസ്സായാൽ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം. 7 വയസ്സായ മക്കൾ സ്കൂളിലേക്ക് പോകുമ്പോ ഒരു ഉമ്മ പറഞ്ഞ് അയക്കണം, മോനെ ദുഹർ നിസ്കാരം നഷ്ടപ്പെടുത്തരുത് എന്ന് ഉമ്മ പറയണം. ഉമ്മ പറയണമെങ്കിൽ ഉമ്മ നിസ്കാരക്കാരിയായിരിക്കണം. സുബഹി നിസ്കാരത്തിന് ഉമ്മ ആദ്യം വിളിച്ചിരിക്കണം. നമ്മുടെ ഉമ്മമാരുടെ കഥ എന്ത്? മക്കളോട് പറയാണ് കളവ് പറയരുത്, മക്കളോട് പറയാണ് നുണ പറയരുത്. ഉമ്മമാർ പരസ്യമായി നുണ പറയുന്നതും കളവ് പറയുന്നതും മക്കൾ കണ്ണുകൊണ്ട് കാണുകയാണ്. നമ്മൾ മാതൃകായോഗ്യരായാലേ നമ്മുടെ മക്കൾ നന്നാവുകയുള്ളൂ. എടുത്തൊരു ചെറുകഥ വായിക്കാനിടയായി ബസ്സിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ഉമ്മയും മകനും ബസ്സിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെറിയ 7 വയസ്സുള്ള കുട്ടിയല്ല, 10 വയസ്സ് കഴിഞ്ഞ 11, 12 വയസ്സുള്ള കുട്ടി ഉമ്മയുടെ കൂടെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ കണ്ടക്ടർ വന്നിട്ട് ഉമ്മയോട് ടിക്കറ്റ് ചോദിച്ചു. ഉമ്മ ടിക്കറ്റ് കൊടുത്തു. അപ്പൊ മകന്റെ ടിക്കറ്റ് മകന് ആയിട്ടില്ല, ടിക്കറ്റ് കൊടുക്കാനുള്ള വയസ്സായിട്ടില്ല, അല്ലെങ്കിൽ ഹാഫ് ടിക്കറ്റ് ആണ് എന്ന് ഉമ്മ കണ്ടക്ടറോട് പറഞ്ഞു. കണ്ടക്ടർ ഉമ്മയോട് ചോദിച്ചു, മകന്റെ വയസ്സ് എത്രയാണ്? ഉമ്മ പറഞ്ഞു 9. സത്യത്തിൽ മകന് 12 വയസ്സായിട്ടുണ്ട്. മകൻ ഇങ്ങനെ തുറിച്ചു നോക്കി, 9? എനിക്ക് 12 ആയിട്ടുണ്ടല്ലോ.
മകന്റെ മുമ്പിൽ ഉമ്മ പച്ച നുണ പറയാൻ. മകന്റെ മുമ്പിൽ ഉമ്മ പച്ച നുണ പറയാൻ. എന്ത്? മകൻ എത്ര വയസ്സ്? 9. മകന് വയസ്സ് 12 കഴിഞ്ഞിട്ടുണ്ട്. ഈ മകൻ ഉമ്മയെ തുറിച്ചു നോക്കി. ഉമ്മ തിരിച്ചു തുറിച്ചു നോക്കി. മകനോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞു. ബസ്സിൽ നിന്ന് ഉമ്മയും മകനും ഇറങ്ങിപ്പോയി. മകൻ അവിടെ നിന്ന് പഠിക്കാൻ. അത്യാവശ്യ ഘട്ടങ്ങളിൽ സമ്പത്തിന് വേണ്ടി കളവ് പറയാം, ഒരു 5 രൂപ ലാഭിക്കാൻ വേണ്ടി കളവ് പറയാമെന്ന് ഉമ്മയുടെ വാക്കിൽ നിന്ന്, ഉമ്മയുടെ ജീവിതത്തിൽ നിന്ന് മകൻ പഠിക്കുകയാണ്. എന്നിട്ട് ഉമ്മ പറയുന്നു മക്കൾ കളവ് പറയുന്നു. എങ്ങനെ കളവ് പറയാതിരിക്കും? ഉമ്മ പറയുന്നു മക്കൾ നന്നാവുന്നില്ല, സ്വാലിഹല്ല. എങ്ങനെ മക്കൾ സ്വാലിഹാകും? വീട്ടിലേക്ക് പിരിവിന് വരികയാണ്. വീട്ടിന് എന്തെങ്കിലും ഒരു പിരിവിന് വരുമ്പോ മക്കളോട് ഉപ്പ പറയാൻ, ഉപ്പ ഇല്ല എന്ന് പറഞ്ഞേക്ക്. അല്ലെങ്കിൽ ആരെങ്കിലും കിടന്നുറങ്ങുമ്പോ ഫോൺ വിളിച്ചാൽ, ഫോൺ എടുത്താൽ പറയണ ഉപ്പ ഇല്ല എന്ന് പറഞ്ഞേക്ക്. ഇത് ഉപ്പമാര് മക്കളോട് നൽകുന്ന ഉപദേശമാണ്. ഉപ്പ ഉറങ്ങുന്നത് മക്കൾ കണ്ണുകൊണ്ട് കാണാൻ. ഇനി ഫോൺ വിളിച്ചാൽ മക്കൾ പറയാൻ ഉപ്പ ഇവിടെ ഇല്ല, ഉപ്പ ഇവിടെ ഇല്ല. ഇത് ജീവിതത്തിൽ കണ്ടു പഠിക്കുന്നതാണ് കേട്ട് പഠിക്കുന്നതിനേക്കാളും എഫക്ട് ചെയ്യുന്നത്. ഈ വഅലല്ല, വഅലിന് മാറ്റങ്ങൾ ഉണ്ടാവില്ല, ചെറിയ മാറ്റങ്ങളെ ഈ വഅലുകൾ കൊണ്ടുണ്ടാവും. മാറ്റമില്ല എന്നല്ല, ഒരുപാട് മാറ്റങ്ങളുണ്ട്. പക്ഷേ ചെറിയ മാറ്റങ്ങൾ, ഈ വഅലിനേക്കാളും മാറ്റമുണ്ടാകുന്നത് നമ്മുടെ ജീവിതത്തിലെ പെരുമാറ്റങ്ങളാണ്, ജീവിതത്തിലെ നന്മകളാണ്, ജീവിതത്തിലെ സ്വഭാവങ്ങളാണ്. നമ്മൾ ജീവിതത്തിൽ നല്ല സംശുദ്ധമായ ഒരു ജീവിതമാണ് നമ്മൾ മുന്നോട്ട് നയിക്കുന്നതെങ്കിൽ നമ്മുടെ സ്വഭാവം കണ്ട്, നമ്മുടെ ദീന് കണ്ട് ആളുകൾക്ക് മാറ്റമുണ്ടാകും. മഹാന്മാരായ ആളുകളൊക്കെ വലിയ വലിയ വാദ് പറഞ്ഞിട്ടല്ല ദീനിലേക്ക് കൊണ്ടുവന്നത്. അവരുടെ ജീവിതത്തിന്റെ ഓരോ പാതകൾ കണ്ടിട്ടാണ്, നന്മ കണ്ടിട്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്ഥലത്തിരിക്കുമ്പോഴാണ് ഒരു അറാബി ഓടി വരുന്നത്. അള്ളാഹുവിന്റെ ഹബീബിന്റെ കഴുത്തിൽ ഒരു പരുക്കമായ ഒരു തട്ടമുണ്ട്. ആ തട്ടം വല്ലാത്ത ഗൗരവത്തിൽ അറാബി വലിക്കുകയാണ്. വലിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കഴുത്തിൽ സ്ക്രാച്ച് വീണു. അവിടെ വേദനിക്കുകയുണ്ടായി. നബി തങ്ങൾ തിരിഞ്ഞു നോക്കിയപ്പോ അറാബിയാണ്. അറാബിയുടെ മുഖം നോക്കി അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിക്കുകയാണ്. നബി തങ്ങൾ പുഞ്ചിരിച്ചു. അറാബിയുടെ മുഖം നോക്കി ദേഷ്യപ്പെട്ടില്ല. ആ അറാബിക്ക് ജീവിതത്തിൽ മാറ്റമുണ്ടാവുന്നത് എങ്ങനെയാണ്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓലമേഞ്ഞ പായയിൽ കിടക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബിന്റെ സമീപത്തേക്ക് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കടന്നു വരുന്നത്. യാ റസൂലല്ലാഹ്, നിങ്ങൾ ഇങ്ങനെ ഓലമേഞ്ഞ പായയിൽ കിടക്കുകയാണോ? ഈന്തപ്പനയുടെ മട്ടിലിൽ കിടക്കുകയാണോ നബിയേ? കിസ്രയുടെയും കൈസറിന്റെയും കോട്ടകൊത്തളങ്ങളിൽ താമസിക്കുന്ന രാജാക്കന്മാർ അവർ സുഖമായി മെത്തയിൽ കിടന്നുറങ്ങുമ്പോ നിങ്ങൾ ഈ ഈന്തപ്പനയുടെ മട്ടിലിൽ കിടന്നുറങ്ങുകയാണോ എന്ന് അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ ഉമർ തങ്ങളോട് പറഞ്ഞത്, ഉമറേ അവർ ഭൗതിക സുഖങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നവരാണ്. ഞങ്ങൾ ഭൗതിക സുഖങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നവരല്ല. ഞങ്ങൾ ഭൗതിക സുഖങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നവരല്ല. അവർക്ക് ദുനിയാവും ഞങ്ങൾക്ക് ആഖിറവുമല്ല വലുത്. ഇതുപോലെ മാതാപിതാക്കൾ മക്കൾക്ക് കാണിക്കേണ്ടത് ധൂർത്തടിക്കുന്ന ഒരു സംസ്കാരമല്ല. ത്യാഗത്തിന്റെയും സുഹുദിന്റെയും ഉള്ള സമ്പത്ത് അനാവശ്യമായി ചെലവഴിക്കാതെ ഹലാലിൽ ഉപയോഗിക്കുന്നതും ഹലാലിൽ നിന്ന് സമ്പാദിക്കുന്ന രീതി നമ്മുടെ മാതാപിതാക്കൾ മക്കൾക്ക് കാണിച്ചു കൊടുക്കണം. എങ്കിലേ നമ്മുടെ മക്കൾ നന്നാവുകയുള്ളൂ. മക്കൾക്ക് മാതാപിതാക്കൾ അവരുടെ ജീവിതത്തിൽ കാണുന്നത്, അവരുടെ ജീവിതത്തിൽ മക്കൾ മാതാപിതാക്കളിൽ നിന്ന് കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതും അവരുടെ ജീവിതത്തിൽ പതിയുകയാണ്. പിന്നെ എത്ര വാല് പറഞ്ഞിട്ടോ എത്ര ഉപദേശിച്ചിട്ടോ അവർ നന്നാവൂല. അതുകൊണ്ട് മക്കളോട് പറയണം, 7 വയസ്സ് മുതൽ 14 വയസ്സ് വരെ സംസ്കാരവും ദീനും മതവും പഠിപ്പിക്കാനുള്ള സമയമാണ്. അതാണ് ആബിദാബികം എന്ന് പറയുന്ന ഒരു മാതാവ് മക്കളോട് പറഞ്ഞത്. നിങ്ങളുടെ ജീവിതത്തിൽ തഹജ്ജുദ് നിസ്കാരം നഷ്ടപ്പെട്ടു പോവരുത്. എന്നിട്ട് മരം കോച്ചുന്ന തണുപ്പിൽ, ശരീരം വിറക്കുന്ന തണുപ്പിൽ, മഞ്ഞ് പെയ്യുന്ന തണുപ്പിൽ ടാപ്പൊന്ന് തുറന്ന് വുളു ചെയ്യാൻ നോക്കിയാൽ ഐസിന്റെ കട്ട പോലെ തണുത്തുവച്ചൊഴിക്കുന്ന വെള്ളം, ആ വെള്ളം കൊണ്ട് വുളു എടുത്തിട്ട് ആ മക്കൾ 2 പേരും ജീവിതത്തിൽ തഹജ്ജുദ് നിസ്കാരം നഷ്ടപ്പെടുത്തിയിട്ടില്ല. ആ മക്കളാണ് ഇന്ത്യയുടെ അഭിമാനമായി വളർന്നത്. ആ മക്കളാണ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജി ജയിലിൽ കിടന്നപ്പോ ഗാന്ധിജിയുടെ മോചനത്തിന് വേണ്ടി അവിടെ പ്രഭാഷണം നടത്താൻ ചെന്നത്. ഗാന്ധിജിയുടെ മോചനത്തിന് വേണ്ടി പ്രഭാഷണം നടത്തിയത് മഹാനായ മൗലാന ഷൗക്കത്ത് അലി. ഇന്ത്യയുടെ 32 കോടി ജനങ്ങളുടെ പ്രതിനിധിയായി അങ്ങ് ബക്കിംഗ്ഹാമിലേക്ക് ചെന്നിട്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് അവരോട് ചോദിച്ചത് മൗലാന മുഹമ്മദ് അലി ജൗഹർ. എന്നിട്ട് അവരോട് എന്താണ് പറഞ്ഞത്? ഞാനൊരു മുസ്ലിമാണ്,
അതോടൊപ്പം ഞാനൊരു ഇന്ത്യക്കാരനാണ്, ഞാനൊരു മുസ്ലിമാണ്, അതോടൊപ്പം ഞാനൊരു ഇന്ത്യക്കാരനാണ്. 32 കോടി ജനങ്ങൾ എന്നെ കാത്തിരിക്കുകയാണ്. ആ 32 കോടി ജനങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ലാതെ ഞാൻ തിരിച്ചു പോകൂല. സ്വാതന്ത്ര്യത്തിനായി ദാഹിക്കുന്ന 32 കോടി ഇന്ത്യക്കാരുടെ അടുത്തേക്ക് നിങ്ങൾ എനിക്ക് സ്വാതന്ത്ര്യം തന്നില്ലെങ്കിൽ ഞാൻ തിരിച്ചു പോകൂല. വെറും കയ്യോടെ ഇന്ത്യയിലേക്ക് മടങ്ങിപ്പോകാൻ എനിക്ക് ആഗ്രഹമില്ല. സ്വാതന്ത്ര്യം തരുന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഇന്ത്യയിലേക്ക് മടങ്ങി പോകുന്നുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ മരിക്കുകയാണ്. പക്ഷേ ഇവിടെ മരിച്ചാൽ ഈ പൈശാചിക ലോകത്ത് നിങ്ങൾ എന്നെ മറമാടരുത്. എന്നെ നിങ്ങൾ മറമാടേണ്ടത് ബൈത്തുൽ മുഖദ്ദസിലാണെന്ന് ഉപദേശം നൽകി ആ മണ്ണിൽ മരിക്കുകയും എന്നിട്ട് ബൈത്തുൽ മുഖദ്ദസിൽ അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുകയാണ്. മഹാനായ മൗലാന മുഹമ്മദ് അലി ജൗഹർ, അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ മുഖമുദ്ര ഖുർആനായിരുന്നു. ഒരുപാട് പഠിച്ചിട്ട് കോട്ടും ടൈയും സൂട്ടുമിട്ട് നടന്നതല്ല, പൈജാമയും ജുബ്ബയും തുപ്പിയും താടിയും വെച്ച് നടന്നവനായിരുന്നു. അതിന് കാരണക്കാരായത് ആ ഉമ്മയാണ്, ആബിദ ബീഗം എന്ന് പറയുന്ന ഉമ്മ. അപ്പൊ ഉമ്മമാർക്കാണ് മക്കളുടെ വിജയത്തിലും മക്കളുടെ ഉയർച്ചയിലും ഏറ്റവും പ്രധാനമായ റോളുള്ളത്. ഉമ്മമാർക്കാണ്. ചെറുപ്പത്തിലെ ഉമ്മമാർ അതിനുള്ള സംസ്കരണം നമ്മുടെ മക്കൾക്ക് നൽകണം. മഹാനായ ലുക്മാൻ അലൈഹിസ്സലാം പറയുന്നുണ്ട്, യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിത്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ. എത്ര ചെറിയ തെറ്റാണെങ്കിലും എത്ര ചെറിയ പാപമാണെങ്കിലും, ശിർക്കാവട്ടെ ഏത് തെറ്റാവട്ടെ എത്ര ചെറുതാണെങ്കിലും, ഫതകൂ ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർള്, ആകാശഭൂമികളുടെ കറുകറുത്ത പാറക്കെട്ടിന്റെ മുകളിൽ ഒരു കറുത്ത കടുകുമണി വീണാൽ അല്ലാഹു അത് കണ്ടെത്തുന്നത് പോലെ ഏത് മറവിൽ ചെന്നാലും ഏത് ഇരുടത്ത് ചെന്നാലും ആരാരുമില്ലാത്ത സ്ഥലത്ത് ചെന്ന് തെറ്റ് ചെയ്താലും അത് അല്ലാഹു കാണുമെന്ന് ഓരോ മാതാപിതാക്കളും ചെറുപ്പത്തിലെ മക്കളോട് പറഞ്ഞു കൊടുക്കണം. കക്കാനോ മോഷ്ടിക്കാനോ അല്ല പഠിപ്പിക്കേണ്ടത്, കളവ് പറയാനല്ല പഠിപ്പിക്കേണ്ടത്, നിസ്കാരം നഷ്ടപ്പെടുത്താനല്ല പഠിപ്പിക്കേണ്ടത്. 7 വയസ്സ് മുതൽ 10 വയസ്സ് വരെ നിരന്തരമായി നിസ്കരിക്കാൻ കൽപ്പിക്കണമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞപ്പോ 7 വയസ്സായാൽ മക്കളെ വിളിക്കണം, പൊന്നുമോനെ, യാ ബുനയ്യ, എന്റെ കൊച്ചുമോനെ, 7 വയസ്സ് നിനക്ക് പൂർത്തിയായിരിക്കുകയാണ്. ഇന്നു മുതൽ നിസ്കാരം നിനക്ക് നിർബന്ധമായിട്ടില്ലെങ്കിലും എന്നോട് നിസ്കരിക്കാൻ അല്ലാഹുവിന്റെ ഹബീബ് കൽപ്പിച്ചിട്ടുണ്ട്. ഏത് വയസ്സ് വരെ? 10 വയസ്സ് വരെ നിസ്കരിക്കണം. ഇത് ളുഹ്റിനും പറയണം, അസ്റിനും പറയണം, മഗ്രിബിനും പറയണം, ഇശാഇനും പറയണം, സുബ്ഹിക്കും പറയണം. ആദ്യത്തെ ഒരു ദിവസം പറഞ്ഞാൽ പോരാ. 7 വയസ്സ് മുതൽ 10 വയസ്സ് വരെ ഓരോ ദിവസവും 5 നേരവും മക്കളോട് നിസ്കരിക്കാൻ പറയണം. നമ്മുടെ അടുത്താണ് മക്കളുണ്ടെങ്കിൽ ബാങ്ക് വിളിക്കുമ്പോൾ മോനെ നിസ്കരിക്കണം, അസ്ർ ബാങ്ക് വിളിക്കുമ്പോൾ മോനെ നിസ്കരിക്കണം. നമ്മുടെ അടുത്ത് മക്കളുണ്ടെങ്കിൽ നമ്മളത് പറഞ്ഞു കൊടുക്കണം. ഈ സ്കൂളിലേക്ക് പോവുകയാണെങ്കിൽ മക്കളോട് പറയണം, ളുഹർ നിസ്കരിക്കണേ. ഏതെങ്കിലും കുടുംബക്കാരുടെ വീട്ടിൽ താമസിക്കാൻ പോകുമ്പോ മക്കളോട് പറയണം, മോനെ സുബഹി നിസ്കാരം നഷ്ടപ്പെടുത്തരുത്, ളുഹർ നിസ്കാരം നഷ്ടപ്പെടുത്തരുത്, അസ്ർ നിസ്കാരം നഷ്ടപ്പെടുത്തരുത്. ഇത് മാതാപിതാക്കളുടെ ദൗത്യമാണ്. മക്കൾ നന്നാവണമെന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖ് തങ്ങളുടെ ജീവിതത്തിന്റെ വിജയം ആ മാതാവിന്റെ ഒരു ഉപദേശമായിരുന്നല്ലോ. മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിലെ വിജയത്തിന്റെ ഒരു കാരണം ഉമ്മയുടെ ഉപദേശമാണ്. കളവ് പാറയല്ലെന്നുമ്മ ചൊന്നാരെ, കള്ളന്റെ കയ്യിലെ പൊന്നു കൊടുത്തോവർ. കള്ളനെ മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ കുപ്പായത്തിൽ തുന്നിച്ചേർത്തിരിക്കുന്ന ആ ഒരു നാണയത്തുട്ടുകൾ കണ്ടിട്ടില്ല. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മിണ്ടാതിരുന്നാൽ മതി. ആ കള്ളന്മാരാരും മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖിന്റെ കുപ്പായത്തിന്റെ പിന്നിൽ തുന്നിച്ചേർത്ത ആ നാണയത്തുട്ടുകൾ കണ്ടിട്ടില്ല. പക്ഷേ മുഹയ്യിദ്ദീൻ ശൈഖ് കാണിച്ചു കൊടുക്കുകയാണ്, ഇതാ എന്റെ കുപ്പായത്തിന്റെ പിന്നിൽ നാണയത്തുട്ടുകളുണ്ട്. അപ്പോഴാണ് കള്ളൻ അത്ഭുതപ്പെടുന്നത്, ഇങ്ങനെയും സത്യസന്ധനായ ഒരാളോ? കുപ്പായം നോക്കുമ്പോ പറഞ്ഞതുപോലെ നാണയത്തുട്ടുകൾ ഇവിടെ തുന്നിച്ചേർത്തിട്ടുണ്ട്. അപ്പോഴാണ് ചോദിക്കുന്നത്, എന്തേ ഇങ്ങനെ പറയാൻ കാരണം? എല്ലാവരും ഉണ്ടെങ്കിലും ഇല്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെടാറുണ്ട്. എല്ലാവരും ഉണ്ടെങ്കിലും ഇല്ല എന്ന് പറഞ്ഞിട്ട് രക്ഷപ്പെടാറാണല്ലോ. നിങ്ങൾ എന്തേ ഞാൻ കാണാത്ത സ്ഥലത്ത് രഹസ്യമായി തുന്നിച്ചേർത്തിട്ടും ഇത് പറയാൻ കാരണമെന്ന് ചോദിച്ചപ്പോ മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖ് പറഞ്ഞത്, ഇതെന്റെ ഉമ്മയുടെ ഉപദേശമാണ്. ഉമ്മയുടെ ഉപദേശം എനിക്ക് മറക്കാൻ പറ്റൂല. എന്റെ ഉമ്മ ജീവിതത്തിൽ എനിക്ക് തന്ന ഒരു ഉപദേശമാണ്. ഒരാളോടും കളവ് പറയരുത്, ഒരാളോടും നുണ പറയരുത്. എന്റെ ഉമ്മയുടെ ഉപദേശം ഞാൻ എങ്ങനെ വഞ്ചിക്കും? കാരണം എനിക്ക് 2 വർഷക്കാലം മുലപ്പാല് തന്ന ഉമ്മ, 10 വർഷക്കാലം
എന്നെ ഗർഭപാത്രത്തിൽ പോറ്റി വളർത്തിയ ഉമ്മ, എനിക്ക് ഈ വയസ്സ് വരെ ഭക്ഷണം തന്ന ഉമ്മ, ആ ഉമ്മയുടെ ഉപദേശം ഞാൻ അങ്ങനെ മറക്കും. അതുകൊണ്ട് ഉമ്മ എന്നോട് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ കളവ് പറയാത്തത് എന്ന് മഹാനായ മുഹിയുദ്ദീൻ ഷേഖ് പറഞ്ഞപ്പോഴാണ് മുഹിയുദ്ദീൻ ഷേഖിന്റെ കൂടെ ആ കള്ളന്മാരെല്ലാം ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. ഒരു ഉമ്മയുടെ ഉപദേശത്തിന് ലോകത്തെ മാറ്റിമറിക്കാനുള്ള ശക്തിയുണ്ട് എന്ന് ഓരോ മാതാപിതാക്കളും ശ്രദ്ധിക്കണം. അല്ലാഹു നമ്മെ എല്ലാവരെയും നല്ലവരിൽ പെടുത്തുമാറാവട്ടെ. وكيف نظن بالأبناء خيرا إذا ارتضعوا ثدي الناقصات. മഹാന്മാരായ കവികൾ ചോദിക്കുകയാണ്, വകൈഫ നളുന്നു ബിൽഅബ്നാഇ ഖൈറാ, എങ്ങനെയാണ് നമ്മുടെ മക്കൾ നന്നാവുമെന്ന് നമ്മളൊക്കെ വിചാരിക്കുന്നത്? ഇദാ നശഉ ബിഹിൽനിൽ ജാഹിലാത്തി, വിവരമില്ലാത്ത ഉമ്മമാരുടെ മടിത്തട്ടിൽ വളരുന്ന ഒരു മക്കളും നന്നാവൂല. വിവരമില്ലാത്ത, സംസ്കാരമില്ലാത്ത, അച്ചടക്കമില്ലാത്ത, ദീനീബോധമില്ലാത്ത മാതാപിതാക്കളുടെ മടിത്തട്ടിൽ വളരുന്നവരും മക്കളും നന്നാവൂല. ഫകൈഫ നളുന്നു ബിൽഅബ്നാഇ ഖൈറാ, ഈ മക്കൾ നന്നാവുമെന്നുള്ള പ്രതീക്ഷ നിങ്ങൾക്ക് വേണ്ട. ഏതു മക്കള്? ഇദാ നശഉ ബിഹിൽനിൽ ജാഹിലാത്തി, വിവരമില്ലാത്ത, ദീനീബോധമില്ലാത്ത, എഞ്ചിനീയർ ആയിരിക്കാം, ഡോക്ടർ ആയിരിക്കാം, MBA എടുത്തിരിക്കാം, BTech ചെയ്തിരിക്കാം, B.Ed ചെയ്തിരിക്കാം, M.Ed ചെയ്തിരിക്കാം, M.Tech ചെയ്തിരിക്കാം. അതൊന്നുമല്ല ഒരു പെണ്ണിന്റെ ക്വാളിഫിക്കേഷൻ, അതല്ല ഒരു പെണ്ണിന്റെ ഐഡന്റിറ്റി, അതല്ല. ഒരു പെണ്ണിന്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ദീനിയായ സംസ്കാരമാണ്, ദീനിയായ വിദ്യാഭ്യാസമാണ്, ദീനിയായ വിവരമാണ്. ഈ ദീനിയായ വിവരമില്ലാത്ത ഉമ്മമാരുടെ മടിത്തട്ടിൽ വളരുന്ന ഒരു മക്കളും നന്നാകുമെന്നുള്ള പ്രതീക്ഷ നിങ്ങൾക്ക് വേണ്ട. എന്നിട്ട് അദ്ദേഹം ചോദിക്കുകയാണ്, വഹൽ യുർജാ ലിഅത്ഫാലിൻ കമാലു, ഏതെങ്കിലും മക്കൾ പരിപൂർണരാകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഏതെങ്കിലും മക്കൾ ലോകത്തെ ഉത്തമരായി മാറുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ വിവരദോഷികളായ, സംസ്കാരശൂന്യരായ ഉമ്മമാരുടെ മുലപ്പാല് കുടിച്ചു വളരുന്ന മക്കൾ, ലോകത്തിൽ ഏതെങ്കിലും ഒരു മക്കൾ പരിപൂർണതയിലെത്തുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ ഒരു പ്രതീക്ഷയെ നിങ്ങൾക്ക് വേണ്ട. കാരണം ഉമ്മമാര് നന്നാവാതെ, ഉമ്മമാര് മാതൃകാ യോഗ്യരാവാതെ ഒരിക്കലും മക്കൾ നന്നാവൂല എന്ന് മഹാന്മാര് നമ്മെ പഠിപ്പിച്ചു തരികയാണ്. ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾ മാതൃകയാക്കേണ്ടത് അല്ലാഹുവിന്റെ ഹബീബിനെയാണ്. ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നമ്മൾ മാതൃകയാക്കേണ്ടത് അല്ലാഹുവിന്റെ ഹബീബിനെയാണ്. ആരാണ് അല്ലാഹുവിന്റെ ഹബീബിനെ മാതൃകയാക്കേണ്ടത്? ലിമാ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറാ, അല്ലാഹുവിന്റെ കൂലി ആഗ്രഹിക്കുന്നവർ മാതൃകയാക്കേണ്ടത് നബി തങ്ങളെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വൽ യൗമൽ ആഖിർ, അന്ത്യനാളിൽ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അല്ലാഹുവിന്റെ ഹബീബിനെയാണ് മാതൃകയാക്കേണ്ടത്. എങ്ങനെയാണ് അല്ലാഹുവിന്റെ ഹബീബിനെ മാതൃകയാക്കേണ്ടത്? നബി തങ്ങളുടെ പൊന്നുമോളെ എങ്ങനെയാണ് വളർത്തിയത്? സയ്യിദത്തു നിസാഇൽ ജന്ന, സ്വർഗ്ഗത്തിലെ പെണ്ണുങ്ങളുടെ നേതാവാണ് എന്ന് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് സർട്ടിഫിക്കറ്റ് ലഭിച്ചത് വെറുതെയല്ല. സ്വർഗ്ഗത്തിലെ പെണ്ണുങ്ങളുടെ നേതാവാണല്ലോ ഫാത്തിമ ബീവി. ഫാത്തിമതു ബിൽഅത്തും മിന്നി, ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണമാണ്, ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണമാണ്. ആരെങ്കിലും ഫാത്തിമയെ വെറുത്താൽ എന്നെ വെറുത്തതിന് തുല്യമാണ്. ആരെങ്കിലും ഫാത്തിമയെ സ്നേഹിച്ചാൽ എന്നെ സ്നേഹിച്ചതിന് സമാനമാണ്. ആ ഫാത്തിമ എന്ന് പറയുന്ന തന്റെ പൊന്നുമോളുടെ കഴുത്തിൽ ഒരു സ്വർണ്ണമാല കണ്ടപ്പോ അല്ലാഹുവിന്റെ ഹബീബിന്റെ സമീപത്തേക്ക് ഓടി വന്നിട്ട് ഫാത്തിമ ബീവി കാണിക്കുകയാണ്, യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ്, ഹാദിഹി അഹ്ദാലി അബൂ ഹസൻ, എന്റെ ഭർത്താവ് എനിക്ക് ഗിഫ്റ്റ് തന്നതാണ് നബിയെ, എന്റെ ഭർത്താവ് എനിക്ക് സമ്മാനമായി തന്നതാണ് നബിയെ. ഈ സ്വർണ്ണമാല എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ ഹബീബ് ദേഷ്യപ്പെടുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് ദേഷ്യപ്പെടുകയാണ്. എന്തിനാണ് ദേഷ്യപ്പെട്ടത്? സ്ത്രീകൾക്ക് സ്വർണം ഹലാലാണല്ലോ, സ്ത്രീകൾക്ക് സ്വർണം ഹലാലാണല്ലോ, ഭർത്താവ് വാങ്ങിച്ചു കൊടുത്ത സ്വർണ്ണമാലയാണല്ലോ, പിന്നെ എന്തിനാണ് അല്ലാഹുവിന്റെ ഹബീബ് ദേഷ്യപ്പെട്ടത്? നബി തങ്ങൾ പറയുകയാണ്, യാ ഫാത്തിമ, ഫാത്തിമ അതസുറുകി അൻ തഖൂല الناس, ജനങ്ങൾ പറയുന്നത് നിനക്ക് ഇഷ്ടമാണോ ഫാത്തിമ? ഹാദിഹി ഫാത്തിമത്തു ബിൻതു മുഹമ്മദ്,
മുഹമ്മദിന്റെ മകൾ ഫാത്തിമ, ആ ഫാത്തിമയുടെ കഴുത്തിൽ നരകത്താലുള്ള ചങ്ങലയുണ്ട്, നരകത്താലുള്ള മാലയുണ്ട് എന്ന് ആളുകൾ പറയുന്നത് നിനക്ക് ഇഷ്ടമാണോ എന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ദേഷ്യപ്പെട്ടപ്പോ മഹദിയായ ഫാത്തിമ ബീവി രണ്ടാമതൊന്നും ആലോചിക്കാതെ ഈ സ്വർണ്ണമാല വിൽക്കുകയും അതുകൊണ്ട് കിട്ടുന്ന തുകയുമായി നേരെ വന്നിട്ട് ഒരു മുസ്ലിമായ അടിമയെ മോചിപ്പിക്കുകയും ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് ഹലാലായിരുന്നു, പക്ഷേ എന്നിട്ടും നബി തങ്ങൾ സ്വർണ്ണമാല ധരിക്കാൻ മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ അല്ലാഹുവിന്റെ ഹബീബ് അനുവദിച്ചില്ല. കാരണം ശേഷം വരുന്ന ആളുകൾ, ശേഷം വരുന്ന സമുദായക്കാർ അല്ലാഹുവിന്റെ ഹബീബിന്റെ മകൾ സ്വർണ്ണമാല ധരിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് എനിക്കും വേണമെന്ന് പറയാൻ സാധ്യതയുണ്ട്. ആ ഒരു അവസരം തന്നെ നബി തങ്ങൾ നിഷേധിക്കുകയാണ്. ആ ഫാത്തിമ ബീവിയെയാണ് സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന, സ്വർഗ്ഗത്തിലെ പെണ്ണുങ്ങളുടെ നേതാവ് എന്ന് പറഞ്ഞത്. അതിനുള്ള കാരണം പറഞ്ഞത് കാനത്ത് ഹസ്സനത്ത് ഫർജഹാ, തന്റെ ഔറത്ത് മറക്കുന്ന പെണ്ണായിരുന്നു. ഒരു പെണ്ണിന്റെ ചാരിത്രം എന്ന് പറഞ്ഞാൽ, ഒരു പെണ്ണിന്റെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ, ഒരു പെണ്ണിന്റെ ഭംഗി എന്ന് പറഞ്ഞാൽ ഔറത്ത് മറക്കലാണല്ലോ. ഔറത്ത് മറച്ചു നടക്കുന്ന പെണ്ണായിരുന്നു ഫാത്തിമ ബീവി. അതുകൊണ്ടാണ് ഫാത്തിമ ബീവി സ്വർഗ്ഗത്തിന്റെ വനിതകളുടെ നേതാവായി മാറിയത്. എന്റെ ആദൻ നബിയെയും ഹവ്വ ബീവിയെയും അല്ലാഹു സ്വർഗ്ഗലോകത്ത് നിന്ന് പുറത്താക്കിയത് ഫദല്ലാഹുമാ ബിഗുറൂർ ഫലമ്മാ ദാഖ അശ്ശജറത ബദത് ലഹുമാ സൗആതുഹുമാ വതഫിഖാ യഖ്സിഫാനി അലൈഹിമാ മിൻ വറഖിൽ ജന്ന. മഹാനായ ആദം നബി അലൈഹിസ്സലാമും ഹവ്വ ബീവി റളിയല്ലാഹു അൻഹയും സ്വർഗ്ഗത്തിലെ ഒരു ഫലം കഴിച്ചപ്പോഴേക്കും ബദത് ലഹുമാ സൗആതുഹുമാ, രണ്ടുപേർക്കും ഔറത്ത് വെളിവായി. ഔറത്ത് വെളിവായി. സ്വർഗ്ഗത്തിലെ ഔറത്ത് വെളിവാക്കുന്ന ആളുകൾക്ക് സ്വർഗ്ഗത്തിൽ സ്ഥാനമില്ല. ഔറത്ത് വെളിവായി, കുറെ നേരമൊന്നും വെളിവായിട്ടില്ല. ഔറത്ത് വെളിവായപ്പോൾ സ്വർഗ്ഗത്തിന്റെ ഒരു ഇല കൊണ്ട് വേഗം തന്നെ രണ്ടുപേരും ഔറത്ത് മറക്കുകയുണ്ടായി. പക്ഷേ നിന്നോട്, താങ്കളോട് ഞാനത് ചെയ്യല്ല എന്നല്ല പറഞ്ഞത്, അതുകൊണ്ട് ദുനിയാവിലേക്ക്, ഭൂമിയിലേക്ക് പോയിക്കോ എന്ന് അല്ലാഹു സ്വർഗ്ഗലോകത്ത് നിന്ന് പുറത്താക്കിയത് ഔറത്ത് വെളിവായതിന്റെ പേരിലാണ്. മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ മരണശയ്യയിൽ കിടന്നിട്ട് മരിക്കാൻ കിടക്കുമ്പോ കരയുന്നത് കണ്ടപ്പോഴാണ് അസ്മാ ബീവി ചോദിച്ചത്, യാ ഫാത്തിമ, എന്തിനാണ് കരയുന്നത്? അപ്പോഴാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞത്, കരയാനുള്ള കാരണം എന്റെ ഔറത്ത് ഇന്നേ വരെ ഒരാളും കണ്ടിട്ടില്ല, എന്റെ ശരീരം ഇന്നേ വരെ ഒരാളും കണ്ടിട്ടില്ല. ഇന്ന് ഞാൻ മരിച്ചുപോയാൽ എന്നെ നിങ്ങൾ കുളിപ്പിച്ച് കഫൻ ചെയ്ത് മയ്യത്ത് കട്ടിലിലൂടെ കൊണ്ടുപോകുമ്പോൾ എന്റെ ശരീരത്തിന്റെ ഷൈപ്പ്, എന്റെ ശരീരത്തിന്റെ ആകൃതി നാട്ടുകാർ കാണുമല്ലോ. മയ്യത്ത് കട്ടിലും പിടിച്ചു പോകുന്നത് ആണുങ്ങളാണല്ലോ. ആ ആണുങ്ങളൊക്കെ എന്റെ ശരീരത്തിന്റെ ഷൈപ്പ് കാണുമല്ലോ. ആരാണിത് പറയുന്നത്? മയ്യത്ത് മരിച്ച് കഫൻ ചെയ്ത ആ ഒരു കഫൻ ചെയ്ത രൂപത്തെ കാണുമല്ലോ. അതുപോലും ഇഷ്ടമായിട്ടില്ല മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക്. അത് ഓർക്കുമ്പോൾ എനിക്ക് മരിക്കാൻ തന്നെ വിഷമമെന്ന് പറയുകയാണ്. കാരണം അന്നത്തെ മയ്യത്ത് കട്ടിൽ എന്ന് പറഞ്ഞാൽ ഒരു പലകയായിരുന്നു. സൈഡിൽ മറയാനുള്ള തുണിയില്ലായിരുന്നു, മറക്കാനുള്ള വസ്തുക്കൾ ഉണ്ടായിരുന്നില്ല. ഒരു പലകയിൽ കിടത്തിയിട്ടാണ് മയ്യത്ത് കട്ടിൽ കൊണ്ടുപോയിരുന്നത്. അപ്പോഴാണ് അസ്മാ ബീവി പറയുന്നത്, യാ ഫാത്തിമ, നിങ്ങൾ വിഷമിക്കേണ്ട, ഫാത്തിമ ബീവിയെ നിങ്ങൾ ദുഃഖിക്കേണ്ട, നിങ്ങൾക്ക് വേണ്ടത് ഞാൻ തരാം. ഹബശയിലെ ആളുകൾ പുതിയൊരു മയ്യത്ത് കട്ടിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. അവിടെയുള്ള മയ്യത്ത് കട്ടിൽ ഈ രൂപത്തിലാണ്. ഇന്ന് നമ്മുടെ പള്ളികളിൽ കാണുന്ന മയ്യത്ത് കട്ടില്, അതിന്റെ മുകളിൽ തുണി വിരിച്ചുകൊണ്ടാണല്ലോ മയ്യത്ത് കട്ടിലിലൂടെ ഇന്ന് നമ്മൾ മയ്യത്തിനെ കൊണ്ടുപോകുന്നതെങ്കിൽ ഫാത്തിമ ബീവിയാണ് ആ മയ്യത്ത് കട്ടിലിനെ ഉദ്ഘാടനം ചെയ്തത്. എന്തേ ഉദ്ഘാടനം ചെയ്തത്? എന്റെ ശരീരം, എന്റെ കഫൻ ചെയ്ത ഭൗതിക ശരീരം മറ്റൊരാൾ കാണരുത്. ഇത് ഫാത്തിമ ബീവിയുടെ ജീവിതത്തിലെ മനസ്സിന്റെ ആഗ്രഹമായിരുന്നു. അതുകൊണ്ടാണ് ഫാത്തിമ ബീവി സയ്യിദത്തു നിസാഇൽ ജന്ന, സ്വർഗ്ഗത്തിലെ പെണ്ണുങ്ങളുടെ നേതാവായി മാറിയത്. എന്റെ സഹോദരിമാരോട്, എന്റെ ഉമ്മമാരോട് പറയാനുള്ളത്, മക്കളെ വളർത്തുമ്പോൾ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും അവരോട് കാര്യമായി പറയേണ്ടത് ഔറത്ത് വെളിവാക്കരുത് എന്ന്. പഠിക്കുന്ന കുട്ടികളാവട്ടെ, 7 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ മക്കൾ വേറൊരു പൊസിഷനിലേക്ക് മാറുകയാണ്, വേറെ ഒരു കാറ്റഗറിയിലേക്ക് അവർ മാറുകയാണ്. പിന്നെ അവരോട് പറയണം ഔറത്ത് മറക്കാൻ. ആൺകുട്ടികളും പെൺകുട്ടികളും ഒരു മുറിയിൽ കിടക്കാൻ പാടില്ലല്ലോ. 10 വയസ്സായ ആൺകുട്ടിയും 10 വയസ്സിന് താഴെയുള്ള ഒരു പെൺകുട്ടിയും ഒരു മുറിയിൽ കിടക്കാൻ പാടില്ല. രണ്ടുപേരെയും വെവ്വേറെ മുറിയിലാണ് ഉറക്കേണ്ടത്. ഇത് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച വിഷയമാണല്ലോ. പെൺകുട്ടിയെ വേറെ മുറിയിൽ, ആൺകുട്ടിയെ വേറെ മുറിയിൽ. എന്തിനെ 21-ാം
നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ആളുകളോട് ഇതിന്റെ കാരണം നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. ആങ്ങളമാരെയും പെങ്ങളമാരെയും ഉമ്മമാരെയും കുടുംബക്കാരെയും പോലും തിരിച്ചറിയാത്ത, അധ്യാപകരെ തിരിച്ചറിയാത്ത, വിദ്യാർത്ഥിനികളെ തിരിച്ചറിയാത്ത ഈ ഒരു കാലത്ത് ഇതിന്റെ ആവശ്യകത നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. അള്ളാഹുവിന്റെ ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, 10 വയസ്സായാൽ ഒരു പെണ്ണിനെയും ഒരു ആണിനെയും ഒന്ന് ചുറക്കാൻ പാടില്ല. അതുപോലെ എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരോട് പറയട്ടെ, മുട്ടിന് മുകളിൽ ട്രൗസർ ഇട്ട് നടക്കുന്ന മക്കളെ പ്രത്യേകം ഉപദേശിക്കണം. അത് വൈകുന്നേരം ഫുട്ബോൾ കളിക്കാൻ പോകുന്ന മക്കളാണെങ്കിലും ശരി, വൈകുന്നേരങ്ങളിലോ രാവിലെകളിലോ ഉള്ള കളികളെ ഞാൻ എതിർക്കുന്നില്ല. ആരോഗ്യത്തിനുള്ള കളി ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ആരോഗ്യത്തിനുള്ള കളി യാതൊരു കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ നടത്തുന്ന ടൂർണമെന്റുകൾ ഒരു കാരണവശാലും അംഗീകരിക്കാവുന്ന വിഷയമല്ല. 5s ആവട്ടെ, 7s ആവട്ടെ, ഇനി ഏത് ടൂർണമെന്റുകളാവട്ടെ, സാമ്പത്തിക താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ മാസാമാസങ്ങളിൽ നമ്മുടെ നാടുകളിൽ നടത്തുന്ന ഫ്ലഡ് ലൈറ്റുകളോ ഏത് ടൂർണമെന്റുകളും നമ്മൾക്ക് അംഗീകരിക്കാൻ പറ്റുന്ന വിഷയങ്ങളല്ല. അതുപോട്ടെ, അത് ടൂർണമെന്റിന്റെ വിഷയമാണെങ്കിൽ ആ ടൂർണമെന്റുകളിൽ ഹാഫ് ട്രൗസർ ഇട്ട് ഫുട്ബോൾ കളിക്കാൻ ഇറങ്ങുന്ന ചെറുപ്പക്കാരാ, നീ ചെയ്യുന്നത് പച്ച ഹറാമാണ്. വീട്ടിൽ നിന്ന് ട്രൗസർ ഇട്ട് പോകുന്ന മക്കളോട് ഔറത്ത് മറക്കാതെ പുറത്തിറങ്ങരുത് എന്ന് ഉപദേശിക്കണം ഉമ്മമാര്. ഇത് ഉമ്മമാരുടെ ബാധ്യതയാണ്. കാരണം ഔറത്ത് മറക്കാതെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന ചെറുപ്പക്കാര് ആരൊക്കെയാണോ അവന്റെ മുട്ടിന് മുകളിലുള്ള ആ ഒരു തുടകൾ കാണുന്നത് പച്ച ഹറാമല്ലേ അത്? ആയിരക്കണക്കിന് ആളുകൾ ഗാലറിയിൽ ഇരുന്നിട്ട് നിന്റെ കളികൾ കണ്ടാൽ ആയിരക്കണക്കിന് ഹറാമുകളാണ് ആ ട്രൗസർ ഇട്ട് കളിക്കുന്നവന്റെ ഏടിലേക്ക് വരുന്നത്. കാരണം ഔറത്തിന്റെ കാര്യം വളരെ ഗൗരവമാണ്. പരിശുദ്ധ ദീൻ ഒരുപാട് മഹത്വം നൽകിയ വിഷയമാണ്. ഔറത്തിന് ഒരുപാട് പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും ഔറത്ത് മറക്കാതെ നടക്കരുത്. പെണ്ണുങ്ങൾ പ്രത്യേകിച്ചിട്ട് അള്ളാഹു ബോധം നൽകുമാറാവട്ടെ. എന്നിട്ട് മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മകനോട് നൽകുന്ന ഉപദേശമാണ്, യാ ബുനയ്യ അഖിമിസ്സലാ, പൊന്നുമോനെ നിസ്കാരം നിലനിർത്തണം. നിസ്കരിച്ചാൽ പോരാ, നിസ്കാരം നിലനിർത്തണം. കേൾക്കണേ ഉമ്മമാരെ, നിസ്കരിക്കാൻ പറഞ്ഞാൽ പോരാ, നിസ്കാരം നിലനിർത്താനാണ് പറയേണ്ടത്. നിസ്കരിക്കുന്നതും നിസ്കാരം നിലനിർത്തുന്നതും വ്യത്യാസമുണ്ട്. നിസ്കരിക്കുന്നതും നിസ്കാരം നിലനിർത്തുന്നതും വ്യത്യാസമുണ്ട്. ഒരു ജുമഅ നിസ്കരിക്കുന്നവനെ കുറിച്ച് നിസ്കാരക്കാരൻ എന്ന് പറയാം, പെരുന്നാൾ നിസ്കരിക്കുന്നവനെ കുറിച്ച് നിസ്കാരക്കാരൻ എന്ന് പറയാം. പക്ഷേ നിസ്കാരം നിലനിർത്തുന്നവൻ എന്ന് പറയണമെങ്കിൽ സുബഹി ബാങ്ക് വിളിക്കുമ്പോൾ സുബഹി നിസ്കരിക്കുന്നവനാവണം, ളുഹർ ബാങ്ക് കൊടുക്കുമ്പോൾ ളുഹർ നിസ്കരിക്കുന്നവനാവണം, അസർ കൊടുക്കുമ്പോൾ അസർ, മഗ്രിബ് കൊടുക്കുമ്പോൾ മഗ്രിബ്, ഇശാ കൊടുക്കുമ്പോൾ ഇശാ. ഇങ്ങനെ എല്ലാ നിസ്കാരവും ദൈനംദിനം നിലനിർത്തുന്ന ആളുകൾക്ക് നിസ്കാരം നിലനിർത്തുന്നവൻ എന്ന് പറയാൻ പറ്റുള്ളൂ. ഖുർആനിൽ എവിടെ നോക്കിയാലും നിസ്കാരത്തിന്റെ ആയത്തുകൾ നോക്കിയാൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് അഖിമിസ്സലാ അല്ലദീന യുഖീമൂനസ്സലാ, നിസ്കാരം നിലനിർത്തുന്നവരെന്നാണ് അല്ലാഹു നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ അല്ലാഹു ഉപയോഗിച്ച പദങ്ങൾ. അതുകൊണ്ട് നിസ്കരിക്കലല്ല മഹത്വം, നിസ്കാരം നിലനിർത്തലാണ്. ഇത് മാതാപിതാക്കളുടെ ദൗത്യമാണ്. ഉപ്പ ഉപദേശിക്കുകയാണ്, പൊന്നുമോനെ യാ ബുനയ്യ അഖിമിസ്സലാ, നിസ്കാരം നിലനിർത്തണേ. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സമയമായി 10:30. 10:30 ഞാൻ പറഞ്ഞു, 10:31. ഇനി വേണോ നിർത്തണോ? നിങ്ങൾ പറഞ്ഞ പോലെ 11 മണി വരെ സംഘാടകരെ വാക്ക് പാലിക്കണം. പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, എനിക്കറിയാം, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, എന്തെങ്കിലും കാരണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും. എന്നാലും നമ്മൾ കഷ്ടപ്പെട്ട് വരുന്നുണ്ടല്ലോ. ഞാൻ എവിടെ ശ്രമിച്ചാൽ കൃത്യസമയത്ത് എത്താൻ വേണ്ടിയിട്ട് 100% ശ്രമിക്കാറുണ്ട്. മുമ്പ് വിളിച്ചു പറയാറുണ്ട്. ഞാൻ ചോദിക്കുക, എവിടെ വ്യാധി വിളിച്ചാലും അന്ന് ഞാൻ വിളിച്ച് ചോദിക്കും, എത്ര മണിക്ക് എനിക്ക് മൈക്ക് കിട്ടുമെന്നാണ് ഞാൻ ചോദിക്കാറ്. അപ്പോൾ അവർ പറയും മഗ്‌രിബിന് ശേഷം വ്യാധ തുടങ്ങുന്നു. അപ്പോൾ ഞാൻ ചോദിക്കും, അല്ല എനിക്ക് എത്ര മണിക്ക് മൈക്ക് കിട്ടുമെന്ന് ചോദിക്കാം. മഗ്‌രിബിന് ശേഷം വ്യാധ തുടങ്ങിക്കോളൂ, എനിക്ക് എത്ര മണിക്ക് മൈക്ക് കിട്ടും? അപ്പോൾ ചില ആൾ പറയും 7:30. അപ്പോൾ ഞാൻ പറയും 7 മണിക്ക് ഞാൻ എത്തിക്കോളാം, 7:30 എനിക്ക് മൈക്ക് തരണം. ചില ആൾ പറയും 8 മണിക്ക്. അപ്പോൾ ഞാൻ പറയും 7:30 ഞാൻ എത്തിക്കോളാം, 8 മണിക്ക് എനിക്ക് മൈക്ക് തരണം. ചില ആൾ പറയും 8:30. ഓക്കെ, ഞാൻ 8 മണിക്ക് എത്തിക്കോളാം. ഇങ്ങനെ പറയും. ഇങ്ങനെ പറഞ്ഞിട്ടാണ് വരുന്നത്. പിന്നെയാണ് 7 മണിക്ക് എത്തി എന്നെ 2.5 മണിക്കൂർ വെറുതെ ഇരുത്തുന്നത്. നമ്മുടെ സമയത്തിന് വിലയില്ലേ? നമ്മുടെ സമയത്തിന്, ഞങ്ങളുടെ സമയത്തിനും എല്ലാവരും സമയത്തിന് വിലയില്ലേ? സമയത്തിൻ്റെ വാല്യൂ നമ്മൾ തിരിച്ചറിയണ്ടേ? അപ്പോൾ നമ്മൾ 1-2 വട്ടം അരമണിക്കൂർ വാല്യൂ പറഞ്ഞ് പോയാൽ സംഘാടകരെ വിഷയം പിടിക്കും. മനസ്സിലായേ?
ഞാൻ പറയല അങ്ങനെയാണ്. നിങ്ങൾ ആളൊന്നും വേണമെന്നില്ല. ഇനി 7 മണിക്ക് തുടങ്ങാൻ വിചാരിച്ച് 7 മണിക്ക് തന്നെ തുടങ്ങുക. ഇവിടെ സദസ്സിൽ ആരുമില്ല, 2 ആളാണെങ്കിൽ ഞാൻ വേഗം തുടങ്ങാം. വരുന്ന ആൾ വന്നാൽ മതി. സമയം നമുക്ക് കൃത്യം തന്നെ പാലിക്കണം. പിന്നെ എന്തെങ്കിലും കാരണവശാൽ ട്രാഫിക് ബ്ലോക്കായി അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം ഉണ്ടായി അങ്ങനെയൊക്കെ ആണെങ്കിൽ പിന്നെ പഠിച്ചോൻ്റെ കയ്യിൽ. അതുകൊണ്ട് ഞാൻ പറയുന്നത് എപ്പോഴും സംഘാടകർ ആൾ വരുന്നൊന്നും നോക്കരുത്. സമയം കൃത്യമായി തുടങ്ങി കൃത്യമായി നിർത്തുക. 10 മണിക്ക് നിർത്തിയ വേഗം പോയിട്ട് ഉറങ്ങാം. നമ്മൾ വൈകുന്തോറും സുബഹി നിസ്കാരം നഷ്ടപ്പെടും. തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകൾക്ക് തഹജ്ജുദ് നിസ്കാരം നഷ്ടപ്പെടും. ഇല്ല, നിങ്ങൾ പറയും 12 മണി വരെ വാലുകൾക്കും 1 മണി വരെ വാലുകൾക്കും സ്വലാത്തുകൾക്കും ദിക്ർ ചൊല്ലൊക്കെ ഉണ്ട്. ഇന്നലെ ഞാനൊരു സ്ഥലത്ത് വാലിന് പോയി. ആ സ്ഥലത്ത് വാല് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വാല് നിർത്തി അവിടെ ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ 2 മണിക്കൊക്കെ സ്വലാത്ത് കഴിഞ്ഞിട്ട് ആളുകൾ ഇങ്ങനെ പോവാണ്. ആ ആളുകളൊക്കെ സുബഹി നിസ്കരിക്കുന്നുണ്ടാവോ? ഉണ്ടാവോ? എനിക്കറിയാം. ഞാൻ പല ദിവസങ്ങളിൽ 3 മണിക്കൊക്കെയാണ് വീട്ടിലെത്താറ്. 3 മണിക്ക് 3:30 പിന്നെ ഉപ്പാവുമ്മ ജീവിച്ചിരിപ്പുള്ളതുകൊണ്ട് അവർ ഡോർ കുത്തി പൊട്ടിക്കലാണ്. ഒരു 5 മണിയാകുമ്പോൾ ബാങ്ക് 5:30 5 മണിക്ക് തുടങ്ങും ഡോർ ഇങ്ങനെ മുട്ടാൻ. ഞാൻ ചിലപ്പോൾ ഇറങ്ങിയത് 4 മണിക്കായിരിക്കും, ചിലപ്പോൾ 3:30 അവർ 5 മണിക്ക് എണിച്ച് തുടങ്ങും വാതിൽ മുട്ടാൻ. അലാറാം വെക്കും. ചിലപ്പോൾ അലാറാം വരെ നമ്മൾക്ക് അറിഞ്ഞു എന്ന് വരില്ല. ഉറക്കത്തിൻ്റെ ക്ഷീണം കാരണം അലാം വരെ നമ്മൾക്ക് അറിഞ്ഞു എന്ന് വരില്ല. പക്ഷെ അവരുള്ളതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല, ആ ഒരു ധൈര്യത്തിൽ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ വൈകുന്നേരം നമ്മുടെ സുബഹി നിസ്കാരത്തിന് ക്ഷീണമാണ്, തഹജ്ജുദ് നിസ്കരിക്കുന്നവർക്ക് ക്ഷീണമാണ്, എല്ലാറ്റിനും ക്ഷീണമാണ്. അതുകൊണ്ട് വേഗം തുടങ്ങി വേഗം നിർത്തുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ മാറണം. അപ്പം ഞാൻ പെട്ടെന്ന് നിർത്തിപ്പോയാൽ എനിക്കറിയാം നിങ്ങൾക്കൊക്കെ എന്നോട് ദേഷ്യം ഉണ്ടാവും, നിങ്ങൾക്കൊക്കെ ചൊടി ഉണ്ടാവും. പിന്നെ എന്നല്ല പറഞ്ഞിട്ട് നിങ്ങൾക്കൊക്കെ ദേഷ്യം ഉണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ഒരു അരമണിക്കൂർ കൂടി ഞാൻ കൂട്ടാണ്. 11 മണി വരെ ഞാൻ വേല പറയാണ്. ഇൻഷാ അല്ലാഹ്, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് അലി തങ്ങളെ കല്യാണം കഴിച്ചു കൊടുത്തപ്പോ അലി തങ്ങളും ഫാത്തിമ ബീവിയും കല്യാണം കഴിഞ്ഞ് ആദ്യ രാത്രിയിൽ അവർ തന്റെ മുറിയിൽ കിടന്നുറങ്ങുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുബഹിന്റെ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ പള്ളിയിലേക്ക് പോകുമ്പോൾ അലി തങ്ങളുടെയും ഫാത്തിമ ബീവിയുടെയും ഡോറിൽ മുട്ടുകയാണ്. അസ്സലാത്തു യാ അഹ്ലൽ ബൈത്ത്, നബി കുടുംബമേ നിസ്കാരമുണ്ട്, സുബഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങരുത് എന്ന് പറഞ്ഞ അല്ലാഹുവിന്റെ ഹബീബ് തന്റെ ഫാത്തിമയുടെയും അലി തങ്ങളുടെയും ഡോറിലേക്ക് മുട്ടിയിട്ടാണ്, അവരെ വിളിച്ചിട്ടാണ് പള്ളിയിലേക്ക് പോയിരുന്നത്. ഒരു ദിവസമല്ല, അവരുടെ മധുവിധു തീരുന്നത് വരെ, ഒരു കല്യാണം കഴിഞ്ഞാൽ ഒരു 5-6 മാസമല്ലേ ഒരാൾക്ക് മധുവിധു ഉണ്ടാവുക, ആവേശം ഉണ്ടാവുക. ആ ഒരു ആവേശം തീരുന്ന 6 മാസക്കാലം അല്ലാഹുവിന്റെ ഹബീബ് ഡോറ് മുട്ടിയിട്ട് നിസ്കാരത്തിന് അവരെ വിളിച്ചിട്ടാണ് സുബഹിക്ക് പള്ളിയിലേക്ക് പോയിരുന്നത്. നമ്മൾ വിളിക്കാറുണ്ടോ? പ്രായപൂർത്തിയായ മക്കൾ നമ്മളുടെ കൈകളിൽ നിന്ന് വിട്ടുപോയി, പിന്നെ നമ്മൾക്ക് അവരുടെ ദൗത്യമില്ലെങ്കിലും ശരി, പ്രായപൂർത്തിയായ മക്കൾ അവരുടെ നന്മകൾ അവരുടെ ഏടിലാണ് എഴുതി വെക്കുന്നതെങ്കിലും നമ്മുടെ വീട്ടിൽ ജീവിച്ചിരിക്കുന്ന കാലത്തോളം അവരെ നന്മ കൊണ്ട് കൽപ്പിക്കലും നിസ്കരിക്കാൻ കൽപ്പിക്കലും തിന്മയിൽ നിന്ന് തടയേണ്ടതും നമ്മുടെ ബാധ്യത തന്നെയാണ്. 7 വയസ്സായാൽ 15 വയസ്സ് വരെ ഏതായാലും നമ്മളുടെ ഉത്തരവാദിത്തം. ഈ ഉത്തരവാദിത്തത്തിൽ ഉമ്മയോ ഉപ്പയോ വീഴ്ച വരുത്തിയാൽ അള്ളാഹുവിന്റെ സ്വർഗം സ്വപ്നം പോലും കാണാൻ പറ്റൂല. അള്ളാഹുവിന്റെ സ്വർഗം സ്വപ്നം പോലും കാണാൻ പറ്റൂല. അള്ളാഹു ഒരാൾക്ക് അധികാരം നൽകിയാൽ, അള്ളാഹു ഒരാൾക്ക് ഉത്തരവാദിത്വം നൽകിയാൽ, നമ്മുടെ മക്കൾ നമ്മുടെ ഉത്തരവാദിത്വത്തിലാണല്ലോ. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. ഓ ജനങ്ങളെ, ഓ സത്യവിശ്വാസികളെ, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ സൂക്ഷിക്കണം, നിങ്ങളുടെ കുടുംബങ്ങളെയും നരകത്തിൽ നിന്ന് സൂക്ഷിക്കണമെന്ന് ആയത്തിറങ്ങിയപ്പോഴാണ് ഒരു സ്വഹാബി ബോധം കെട്ടു വീണത്. അപ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബ് ആ സ്വഹാബിയുടെ നെഞ്ചിടിപ്പ് തൊട്ടു നോക്കിയത്. നോക്കുമ്പോൾ സ്വഹാബി മരിച്ചു പോയിരിക്കുകയാണ്. ഒരായത്തെ ഇറങ്ങിയിട്ടുള്ളൂ, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ഓ ജനങ്ങളെ, ഓ അൻഫുസകും, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ സൂക്ഷിക്കണം, അതുപോലെ നിങ്ങളുടെ കുടുംബത്തെയും സൂക്ഷിക്കണം, നാറാ, നരകത്തിൽ നിന്ന്.
എന്റെ ഒരു സ്വഹാബി മരിച്ചു പോകാനുള്ള കാരണം സ്വഹാബി പറഞ്ഞു, നബിയേ എന്റെ കാര്യം ഞാൻ സൂക്ഷിക്കാം, നബിയേ എന്റെ കാര്യം ഞാൻ സൂക്ഷിക്കാം, എനിക്ക് എന്റെ ശരീരത്തെ നരകത്തിൽ നിന്ന് നിയന്ത്രിക്കാൻ പറ്റും നബിയേ. പക്ഷെ എങ്ങനെയാണ് എന്റെ മക്കളുടെ കാര്യത്തിൽ എനിക്ക് ഉറപ്പു തരാൻ പറ്റുക? മക്കളെയും ഭാര്യമാരെയും നരകത്തിൽ നിന്ന് സൂക്ഷിക്കണമെന്നല്ലേ പറഞ്ഞത്? നരകത്തിലേക്ക് വീഴാതെ സംരക്ഷിക്കണമെന്നല്ലേ പറഞ്ഞത്? എന്റെ മക്കളുടെ എന്റെ ഭാര്യയുടെ കാര്യം ഞാൻ എങ്ങനെയാണ് തീരുമാനിക്കുക? ഇത് പറഞ്ഞുകൊണ്ട് സ്വഹാബി ലോകത്തോട് വിട പറഞ്ഞു പോവുകയാണ്. ഇത് നമ്മുടെ ബാധ്യതയാണ്. മക്കൾ നമ്മുടെ കഴുത്തിലുള്ള ഉത്തരവാദിത്തങ്ങളാണ്. നമ്മുടെ കഴുത്തിലുള്ള നമ്മെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച സൂക്ഷിപ്പ് മുതലാണ് നമ്മുടെ മക്കള്. നമ്മുടെ മക്കളെ നമ്മുടെ നിയന്ത്രണത്തിലുള്ള നമ്മുടെ സൂക്ഷിപ്പ് മുതലാണെന്ന് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചവർ മുതലാണ് നമ്മുടെ മക്കള്. സൂക്ഷിക്കേണ്ടത് നമ്മളാണ്. ഇനി നമ്മൾ കേൾക്കണം, ഇയ്യാകും വഖിയാനത്തുൽ അമാന. സൂക്ഷിക്കാൻ ഏൽപ്പിച്ച മുതലിനെ സൂക്ഷിക്കാതെ അതിനോട് എന്തെങ്കിലും മോശമായി പെരുമാറുന്നതോ അതിൽ വീഴ്ച വരുത്തുന്നതും നിങ്ങൾ സൂക്ഷിക്കണമെന്നും മുഹമ്മദുർ റസൂലുള്ളാഹ്. വിഷയം കേൾക്കണം. മക്കൾ നമ്മുടെ സൂക്ഷിപ്പ് മുതലാണ്. സൂക്ഷിക്കാൻ അല്ലാഹു ഏൽപ്പിച്ചു തന്ന ഒരു മുതലാണ് നമ്മുടെ മക്കൾ. സൂക്ഷിക്കേണ്ടത് നമ്മളാണ്. നമ്മുടെ കയ്യിലുള്ള അമാനത്താണ്. ഇയ്യാകും വഖിയാനത്തുൽ അമാന. സൂക്ഷിപ്പ് മുതലിനെ വീഴ്ച വരുത്താതെ, അതിൽ കുറവ് വരുത്താതെ, അതിൽ നിങ്ങൾ പോരായ്മകളില്ലാതെ സംരക്ഷിക്കേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണ്. അത് നിങ്ങൾ വീഴ്ച വരുത്തിയാലോ നിങ്ങൾ അപകടത്തിലാണ്. സൂക്ഷിക്കണേ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തു, ആയത്തുൽ മുനാഫിഖി സലാസ. മുനാഫിഖീങ്ങളുടെ ലക്ഷണം 3 എണ്ണമാണ്. മുനാഫിഖീങ്ങളുടെ അടയാളം 3 എണ്ണമാണ്. ഒന്ന്, ഇദാ ഹദ്ദസ കദബ. സംസാരിച്ചാൽ നുണയെ അവർ പറയുകയുള്ളൂ. വായ തുറന്നാൽ നുണ പറയുന്നത് മുനാഫിഖാണ്. മാതാപിതാക്കളെ, നുണ പറയുന്നത് തെറ്റാണെങ്കിൽ മക്കളുടെ മുമ്പിൽ നുണ പറയുന്നത് അത് പെരും നുണയാണ്. നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുമ്പോ നിങ്ങളുടെ ഭർത്താവിനോടോ ഭാര്യയോടോ ആരോടെങ്കിലും നിങ്ങൾ നുണ പറയുന്നത് നുണയാണെങ്കിൽ മക്കളുടെ മുമ്പിൽ നിങ്ങൾ മക്കൾ കേൾക്കുമാറ് നുണ പറയുന്നത് മഹാപാതകമാണത്. കാരണം നിങ്ങളുടെ നുണ മക്കൾ കാണുമ്പോ എന്റെ ഉമ്മ നുണ പറയുന്നുണ്ടല്ലോ, ഉമ്മയിൽ നിന്നല്ലേ ഞാൻ പഠിക്കേണ്ടത്, മക്കളും നുണ പറയും യാതൊരു പേടിയില്ലാതെ. അപ്പൊ നുണ പറയുന്നത് മുനാഫിക്കിന്റെ ലക്ഷണമാണ്. ഇതുണ്ടോ? ഇത് ഞങ്ങളിലുണ്ടോ? ഞങ്ങളൊക്കെ മുനാഫിക്കീങ്ങളാണ്. എന്തെങ്കിലും ഒരു വാഗ്ദാനം ചെയ്തു അത് വഞ്ചിക്കുന്നതും മുനാഫിക്കിന്റെ ലക്ഷണമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെയുള്ള സ്വഹാബി വനിത പൊന്നുമോൻ അടുത്തേക്ക് വിളിക്കുകയാണ്, ഒരു ഈത്തപ്പഴം കാണിച്ചു കൊടുത്തുകൊണ്ട്. എന്തോ ഒന്ന് കാണിച്ചു കൊടുത്തുകൊണ്ട് ഇങ്ങോട്ട് വാ. നമ്മൾ പറയില്ലേ, ഭക്ഷണം കഴിച്ചാൽ ചോക്ലേറ്റ് തരാം, ഐസ്ക്രീം തരാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഭക്ഷണം കഴിക്കും. എന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ കൊടുക്കൂലല്ലോ. അത് വല്ലാത്ത വഞ്ചനയാണ്, അത് പാപമാണ്. നമ്മളത് തിരിച്ചറിഞ്ഞിട്ടില്ല. ഒരു മുട്ടായി കാണിച്ചിട്ട് ഇങ്ങോട്ട് വാ, ഞാൻ മിഠായി തരാമെന്ന് പറഞ്ഞിട്ട് മക്കളെ വിളിക്കുക, എന്നിട്ട് അവർക്ക് മിഠായി കൊടുക്കാതിരിക്കുക. മഹാവഞ്ചനയാണത്. അത് ചെയ്യുന്നവൻ മുനാഫിഖാണ്. നബി തങ്ങൾ ചോദിച്ചു, നിങ്ങൾ വിളിക്കുന്നുണ്ട്, നിങ്ങളുടെ കയ്യിൽ കൊടുക്കാൻ വല്ലതുമുണ്ടോ? അപ്പോഴാണ് പെണ്ണ് പറഞ്ഞത്, ഉണ്ട് നബിയെ, ഈത്തപ്പഴം. നബി തങ്ങൾ പറഞ്ഞു, അതില്ലാതെ വെറുതെ വിളിച്ചാൽ അല്ലാഹുവിന്റെ കോടതിയിൽ ഉത്തരവാദിയാകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒരു ഹദീസിന്റെ പണ്ഡിതൻ മക്കയിൽ നിന്ന് ബസറയിലേക്ക് ഒരാളുടെ ഹദീസ് പഠിക്കാൻ വേണ്ടി പോയതാണ്. മക്കയിൽ നിന്ന് ബസറയിലേക്ക് പോയി. ഏകദേശം 500 ചില്ലാനം കിലോമീറ്ററുകൾ ദൂരമുള്ള ബസറ. മക്കയിൽ നിന്ന് ബസറയിലേക്ക് പോവുകയാണ്. എന്തിന്? അവിടെ ഒരു ആലിമിന്റെ കയ്യിൽ ഒരു ഹദീസുണ്ട്. ആ ഹദീസ് പഠിക്കാൻ വേണ്ടി പോയതാണ്. ആ ആലിമിനെ കാണുമ്പോൾ ആ ആലിം തന്റെ കുപ്പായത്തിന്റെ പിറകിൽ പുല്ലുള്ളതുപോലെ തന്റെ ആടിന് കാണിച്ചു കൊടുത്ത് ആട്ടിൻകുട്ടി ഇങ്ങനെ വിളിക്കുകയാണ്. ആട്ടിൻകുട്ടി അടുത്തെത്തിയപ്പോൾ കയ്യിലൊന്നുമില്ല, പുല്ലില്ല. ഇത് കണ്ടപ്പോൾ ആ സ്വഹാബി ഹദീസ് പഠിക്കാതെ തിരിച്ചു പോവുകയാണ്. ഒരു ആടിനെ വഞ്ചിക്കുന്നവൻ, ആടിനോട് നുണ പറയുന്നവൻ അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹദീസുമായി നുണ പറയാൻ സാധ്യതയുണ്ടല്ലോ, ഇയാളിൽ നിന്ന് ഹദീസ് സ്വീകരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് 500 കിലോമീറ്ററുകൾ താണ്ടി നടന്നു വന്ന ഒരു സ്വഹാബി തിരിച്ചു പോവുകയാണ്.
അതുകൊണ്ട് ഇയ്യാകും വഖിയാനത്തുൽ അമാന, ഒരു വാക്ക് നൽകിയാൽ പാലിക്കേണ്ടവരാണ് നമ്മൾ. വഇദാ വഅദ അഖ്ലഫ, ഒരു വാഗ്ദാനം നൽകി അത് ലംഘിച്ചാൽ അത് മുനാഫിക്കിന്റെ ലക്ഷണമാണ്. മക്കളോട് പറയാ, പൊന്നുമോനെ SSLC പാസ്സായാൽ നിനക്ക് ഞാനൊരു മൊബൈൽ ഫോൺ വാങ്ങിച്ചു തരാം, എന്നിട്ട് പാസ്സായപ്പോൾ കൊടുക്കാതിരിക്കുന്നത് വഞ്ചനയാണ്. അത് മക്കൾ നിങ്ങളെ മനസ്സിലാക്കും. ഉപ്പ തന്നെ കരാറ് പറഞ്ഞിട്ട് വാഗ്ദാനം നൽകി വഞ്ചിക്കുകയാണ്. പിന്നെ എനിക്ക് ഏതായാലും വഞ്ചിക്കാലോ. നിങ്ങളെക്കാളും വലിയ വഞ്ചന നിങ്ങളുടെ മക്കൾ സ്കൂളിൽ ചെന്നിട്ട് ഉസ്താദുമാരോട് പറയും, അധ്യാപകരോട് പറയും, കുട്ടികളോട് പറയും, നാട്ടിലുള്ള ചങ്ങാതിമാരോട് പറയും. കാരണം മക്കള് കേട്ടത്, മക്കള് പഠിച്ചത് ഉമ്മാ ഉപ്പ നിങ്ങളിൽ നിന്നാണ്. മൂന്നാമത്തെ മുനാഫിക്കിന്റെ ലക്ഷണം സൂക്ഷിക്കാൻ ഒരു മുതലേൽപ്പിച്ചാൽ, സൂക്ഷിക്കാൻ ഒരു വസ്തു ഏൽപ്പിച്ചാൽ വഞ്ചിക്കുന്നവനാണ്. അത് നന്നായി നോക്കാത്തവൻ മുനാഫിക്കാണ്. 3 ലക്ഷണമാണ് മുനാഫിക്കിനുള്ളത്. 1, വായ തുറന്നാൽ കളവ് പറയുക. 2, വാഗ്ദാനം നൽകിയാൽ ലംഘിക്കുക. 3, വിശ്വസിച്ചൊരു കാര്യം ഏൽപ്പിച്ചാൽ അത് ഭംഗിയായി നിർവഹിക്കാതെ അതിൽ വീഴ്ച വരുത്തുക. ഇത് 3 മുനാഫിക്കിന്റെ ലക്ഷണങ്ങളാണ്. ഇനി നമ്മൾ കേൾക്ക്, ഫമൻ ഖാനൽ അമാന ഫഹുവ മിനൽ മുനാഫിഖീൻ. ഒരാൾ സൂക്ഷിക്കാൻ ഒരു മുതൽ നൽകി അതിൽ നമ്മൾ ഭംഗിയായി സൂക്ഷിക്കാതെ എന്തെങ്കിലും ഒരു അപാകത വരുത്തിയാൽ അവൻ മുനാഫിഖീങ്ങളിൽ പെട്ടവനാണ്. ഇനി മുനാഫിഖീങ്ങൾ എവിടെ? ഇന്നൽ മുനാഫിഖീന ഫിദ്ദർകിൽ അസ്ഫലി മിനൻ നാർ. മുനാഫിഖീങ്ങൾ നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലാണ്. നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ അല്ലാഹു നൽകുന്നത് മുനാഫിഖീങ്ങൾക്കാണ്. നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ നരകത്താലുള്ള ഒരു ചെരുപ്പ് അല്ലാഹു ധരിപ്പിക്കുകയാണ്. ആ ചെരുപ്പ് ധരിച്ചാൽ അവന്റെ കാല് മുതൽ ഇങ്ങനെ ഉരുകി 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 അവന്റെ ഗർഭപാത്രങ്ങളും ആമാശയങ്ങളും കുടൽമാലകളും ഉരുകി അവന്റെ അവന്റെ തലയിലുള്ള തലച്ചോറും ഉരുകി തല പൊട്ടി തലച്ചോറ് ഇങ്ങനെ തലയിലൂടെ പുറത്തേക്ക് ഒലിക്കും. പക്ഷേ അയാൾ വിചാരിക്കുന്നത്, അല്ലാഹുവേ ഈ നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ നീ തന്നത് എനിക്കാണല്ലോ, അല്ലാഹുവേ ഈ നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ നീ തന്നത് എനിക്കാണല്ലോ എന്നാണ് ആ നരകാവകാശി വിശ്വസിക്കുന്നത്. പക്ഷേ നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷയാണ് അല്ലാഹു അയാൾക്ക് കൊടുത്തത്. എന്നാൽ നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷയാർക്കാ? അൽ മുനാഫിഖു, മുനാഫിഖീങ്ങൾ. ഇന്നൽ മുനാഫിഖീന ഫിദ്ദർകിൽ അസ്ഫലി മിനൻ നാർ. നരകത്തിന്റെ താഴെ തട്ടിലാണ് മുനാഫിഖീങ്ങൾ ഉള്ളത്. വലാ തജിദ ലഹും നസീറാ. അവരെ സഹായിക്കാൻ ഒരാളും ഉണ്ടാവൂല. മുനാഫിഖീങ്ങളെ സഹായിക്കാൻ ഒരാളും ഉണ്ടാവൂല. മുസ്ലിമീങ്ങളായ ആളുകൾ നരകത്തിൽ കിടന്നാൽ അവരെ സഹായിക്കാൻ ആളുകൾ ഉണ്ടാകും. പക്ഷേ മുനാഫിഖീങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ആരും ഉണ്ടാവൂല. മക്കളെ നന്നായി സംസ്കാരവും മതബോധവും നൽകാത്ത എല്ലാ മാതാപിതാക്കളും മുനാഫിഖീങ്ങൾ തന്നെയാണ്. കാരണം മക്കളെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചത് റബ്ബാണ്. ആ സൂക്ഷിപ്പ് മുതൽ സൂക്ഷിക്കാതെ അവർക്ക് സംസ്കാരമോ മതമോ ചിട്ടയോ അതബോ ഇതൊന്നും പഠിപ്പിച്ചു കൊടുക്കാതെ അവർക്ക് മൊബൈൽ ഫോണുകളും ഭൗതിക സുഖങ്ങളും വാങ്ങിച്ചു കൊടുക്കുമ്പോ അവരോട് നമ്മൾ കാണിക്കുന്നത് വഞ്ചനയാണെന്ന് മറക്കരുത്. കാരണം ഈ മക്കളെ കുറിച്ച് അല്ലാഹു ചോദിക്കുന്നത് നമ്മളോടാണ്. നിൽക്ക് എവിടേക്കാണ് നിങ്ങൾ പോകുന്നത്? എവിടേക്കാണ് നിങ്ങൾ പോകുന്നത്? വഖിഫൂഹും ഇന്നഹും മസ്ഊലൂൻ. മക്കൾ പിഴച്ചാൽ മക്കളോടല്ല ആദ്യം ചോദിക്കുക ഉപ്പയോടാണ്, ആദ്യം ചോദിക്കുക ഉമ്മയോടാണ്, മാതാപിതാക്കളെയാണ് വിളിക്കുക. ഇങ്ങോട്ട് വാ. വഖിഫൂഹും, അവരെ നിർത്തുകയാണ്. ഓടിപ്പോകുന്ന ആളുകളോട് നിൽക്കാൻ പറയുകയാണ്. ഇന്നഹും മസ്ഊലൂൻ. എല്ലാ ആളുകളോടും എല്ലാ മാതാപിതാക്കളോടും അവരുടെ മക്കളെ കുറിച്ച് അല്ലാഹു ചോദിക്കുക തന്നെ ചെയ്യും. എന്നിട്ട് യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ലാ തഖൂനുല്ലാഹ്, അല്ലാഹുവിനെ നിങ്ങൾ വഞ്ചിക്കരുത്. വറസൂല, റസൂലിനെയും നിങ്ങൾ വഞ്ചിക്കരുത്. വതഖൂനു അമാനാതികും, അല്ലാഹു നിങ്ങൾക്ക് സൂക്ഷിക്കാൻ ഏൽപ്പിച്ച മുതലിനെയും നിങ്ങൾ വഞ്ചിക്കരുത്. വതഖൂനു അമാനാതികും, അല്ലാഹു സൂക്ഷിക്കാൻ ഏൽപ്പിച്ച മുതലിനെയും നിങ്ങൾ വഞ്ചിക്കരുത്. വഅൻതും തഅലമൂൻ, നിങ്ങൾ അറിയുന്നവരായിരിക്കെ അല്ലാഹു സൂക്ഷിക്കാൻ ഏൽപ്പിച്ച മുതലാണ് മക്കള്, അവരെ നിങ്ങൾ വഞ്ചിക്കരുത്. വഞ്ചിച്ചാലോ പ്രത്യേകമായി ശ്രദ്ധിക്കണം. ഈ വഞ്ചിച്ച മക്കളാണ് നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ പറയുന്നത്, റബ്ബനാ അരിനല്ലദൈനി അളല്ലാനാ മിനൽ ജിന്നി വൽ ഇൻസ് നജഅൽഹുമാ തഹത അഖ്ദാമിനാ ലിയകൂനാ മിനൽ അസ്ഫലീൻ. മക്കളോട് ചെയ്തു കൊടുക്കേണ്ട ബാധ്യതകൾ ചെയ്തു കൊടുക്കാതെ ഒരു ഉമ്മയോ ഒരു ഉപ്പയോ മരിച്ചു പോയാൽ ആ മാതാപിതാക്കളെയാണ് മക്കൾ നാളെ വിളിക്കുന്നത്. റബ്ബനാ
അല്ലാഹുവേ അരിനല്ലദൈനി അവല്ലാനാ മിനൽ ജിന്നി വൽ ഇൻസി, എൻ്റെ ഉമ്മയെ കാണിച്ചു താ അല്ലാഹ്, എൻ്റെ ഉപ്പയെ കാണിച്ചു താ അല്ലാഹ്. ഞാൻ വഴിപിഴക്കാൻ കാരണം എൻ്റെ ഉപ്പയാണ്. 7ാം ക്ലാസ്സിലെത്തിയപ്പോ എനിക്ക് എൻ്റെ പിതാവ് ഐഫോണാണ് വാങ്ങിച്ചു തന്നത്. 8ാം ക്ലാസ്സിലെത്തിയപ്പോ എനിക്ക് എൻ്റെ പിതാവ് ബൈക്ക് വാങ്ങിച്ചു തന്നു. എൻ്റെ വീട്ടിലേക്ക് TV കൊണ്ടുവന്നു. ഭൗതികമായ സുഖങ്ങളെല്ലാം കൊണ്ടുവന്നപ്പോ ദീന് പഠിപ്പിക്കാൻ എൻ്റെ ഉപ്പ തയ്യാറായില്ല. മദ്രസയിലേക്ക് പോകാതെ കിടന്നുറങ്ങുമ്പോ ഒന്ന് മദ്രസയിലേക്ക് പറഞ്ഞേക്കാൻ എൻ്റെ ഉപ്പ തയ്യാറായില്ല. 7 വയസ്സായപ്പോ തന്നെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടികളോട് പല മാതാപിതാക്കളും പറയാറുണ്ട്, ഇനി നീ മദ്രസയിലേക്ക് പോകേണ്ട, നീ വലുതായി എന്ന്. ഇനി നീ മദ്രസയിലേക്ക് പോകേണ്ട, നീ വലുതായി എന്ന് പറഞ്ഞിട്ട് മക്കളെ മദ്രസയിലേക്ക് പറഞ്ഞേക്കാത്ത മാതാപിതാക്കളുണ്ട്. എന്നാൽ അവർ സ്കൂളിലേക്ക് പറഞ്ഞേക്കാറില്ലേ? സ്കൂളിലേക്ക് അയക്കുമ്പോൾ എങ്ങനെയാണ് ആ കുട്ടി ചെറുതാവുന്നത്? 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് 13 12 വയസ്സാണെങ്കിൽ സ്കൂളിലേക്ക് 10ാം ക്ലാസ് പ്ലസ് 2ലേക്ക് ഡിഗ്രിക്ക് PGക്ക് വേണ്ടി ലോകത്തിന്റെ മുക്കുമൂലകളിലേക്ക്, കേരളത്തിന്റെ പുറത്തും അകത്തുമുള്ള പല യൂണിവേഴ്സിറ്റികളിലേക്ക്, ഹോസ്റ്റൽ സംവിധാനമുള്ള യൂണിവേഴ്സിറ്റികളിലേക്ക് വരെ പഠിക്കാൻ അയക്കുന്ന മാതാപിതാക്കൾ 7ലെത്തിയപ്പോൾ മദ്രസ പഠനം നിർത്തുകയാണ്. ഇനി നിങ്ങൾ ആലോചിക്കുക, ആരോടാണ് നിങ്ങൾ ഈ ക്രൂരത കാണിക്കുന്നത്? ആരോട്? മക്കൾക്ക് ഇങ്ങനെ ഭൗതിക വിദ്യാഭ്യാസം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. 10ഉം 12ഉം ഡോക്ടർമാർ ഒരു നാട്ടിലുണ്ടായാലും, 100ഉം 100 ചെല്ലാനും ഡോക്ടർമാർ ഒരു നാട്ടിലുണ്ടായാലും, പെൺമക്കൾ വലിയ വലിയ ഡോക്ടർമാരോ വലിയ വലിയ എഞ്ചിനീയർമാരോ ആയാൽ അതിൽ 10% ആളുകൾ മാത്രമല്ലേ ജോലി ചെയ്യുന്നത്. മറ്റുള്ള ആളുകളെല്ലാം അടുക്കളയിലാണ്. ആ അടുക്കളയിൽ ഇരിക്കുന്ന ആളുകൾക്ക് എന്തിനാണ് ഈ ഡോക്ടർഷിപ്പ് ഒക്കെ? അടുക്കളയിൽ ഇരിക്കുന്ന ആളുകൾ എന്തിനാണ് എഞ്ചിനീയർ ആവുന്നത്? അവർക്ക് വേണ്ടത് മതസംസ്കാരമാണ്, അവർക്ക് വേണ്ടത് മതകീയ ചിട്ടയാണ്, അവർക്ക് വേണ്ടത് മതകീയ ബോധമാണ്, അവർക്ക് വേണ്ടത് മതവിദ്യാഭ്യാസമാണ്. ഇത് നിങ്ങൾ നൽകാതെ 7ാം ക്ലാസ്സിൽ നിന്ന് മക്കളെ നിങ്ങൾ പറഞ്ഞേച്ചു. ആ മക്കൾ നാളെ വിളിക്കും, ഉമ്മ സ്കൂളിലേക്ക് പറഞ്ഞേക്കുമ്പോൾ നിങ്ങൾക്ക് കുഴപ്പമുണ്ടായിട്ടില്ല. പ്ലസ് 2 ഡിഗ്രിക്കും വേണ്ടി ഹയർ സെക്കൻഡറിയിലേക്കും കോളേജിലേക്കും യൂണിവേഴ്സിറ്റിയിലേക്കും രാവിലെ ചമഞ്ഞൊരുങ്ങി വൈകുന്നേരം വരുന്നത് വരെ, അല്ലെങ്കിൽ പ്രത്യേകമായ ട്യൂഷൻ ഉണ്ട് എന്ന് പറഞ്ഞ് അവിടെ താമസിക്കുന്നത് നിങ്ങൾക്ക് കുഴപ്പമുണ്ടായിട്ടില്ല. ഒരു ദിവസം ഒരു 1.5 മണിക്കൂർ മദ്രസയിലേക്ക് പറഞ്ഞേക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ വലുതായി പോയി എന്ന് തോന്നിയല്ല ഉമ്മ? അതുകൊണ്ടാണ് എനിക്ക് ദീന് മനസ്സിലാവാത്തത്, എന്റെ മക്കൾക്ക് സംസ്കാരം പഠിപ്പിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റാത്തത്. അതുകൊണ്ട് റബ്ബനാ അരിനല്ലദൈനി അളല്ലാനാ മിനൽ ജിന്നി വൽ ഇൻസ്, എന്റെ ഉമ്മാനെയും എന്റെ ഉപ്പാനെയും കാണിച്ചു താ അല്ലാഹ്. നജഅൽഹുമാ തഹത ഖദാമിനാ, അവരെ എന്റെ കാലിന്റെ ചുവട്ടിലിട്ട് ഞാൻ നൃത്തം വെക്കട്ടെ. ഞാൻ നരകത്തിൽ പോവൂല റബ്ബേ, ഞാൻ നരകത്തിൽ പോവൂല റബ്ബേ. ഹത്താ യദ്ഖുല അബീ മിൻ ഖബ്ലി ഹത്താ തദ്ഖുല ഉമ്മി മിൻ ഖബ്ലി, എന്റെ ഉമ്മ എന്നെക്കാൾ മുമ്പ് നരകത്തിലേക്ക് പോവാതെ, എന്റെ ഉപ്പ എന്നെക്കാൾ മുമ്പ് നരകത്തിലേക്ക് പോവാതെ ഞാൻ നരകത്തിലേക്ക് പോവൂല എന്ന് പറഞ്ഞിട്ട് മക്കളെ വാശി പിടിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ സ്വർഗ്ഗത്തിലുള്ള മാതാപിതാക്കളെ വരെ ഈ മക്കളുടെ വാശി കാരണം അല്ലാഹു നരകത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുമ്പോ അതാണ് അല്ലാഹു ഖുർആനിൽ പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, ഇന്ന മിൻ അസ്വാജിക്കും, നിങ്ങളുടെ ഭാര്യമാരിൽ നിങ്ങൾക്കുണ്ട്, വ ഔലാദിക്കും, നിങ്ങളുടെ മക്കളിലുണ്ട്, അദുവല്ലകും ഫഹദറൂഹും, നിങ്ങളുടെ ശത്രുക്കൾ പുറത്തല്ല, നിങ്ങളുടെ ശത്രുക്കൾ നാട്ടിന്റെ പുറത്തല്ല, നിങ്ങളുടെ കുടുംബങ്ങളിലല്ല, നിങ്ങളുടെ വീട്ടിലാണ് നിങ്ങളുടെ ശത്രുക്കൾ ഉള്ളത്. ശത്രു എന്ന് പറഞ്ഞാൽ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നവൻ, സ്വർഗത്തിൽ നിന്ന് തടഞ്ഞ് നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന ശത്രു ഉള്ളത് നിങ്ങളുടെ വീട്ടിലാണ്. അത് നിങ്ങളുടെ ഭാര്യയാണ്, അത് നിങ്ങളുടെ മക്കളാണ്. ഏത് ഭാര്യ, ഏത് മക്കള് സംസ്കാരം പഠിപ്പിച്ചു കൊടുക്കാതെ, ദീന് പഠിപ്പിച്ചു കൊടുക്കാതെ, ഭൗതിക സുഖങ്ങൾ മാത്രം നൽകി, ഭൗതിക സുഖങ്ങൾ മാത്രം ആഗ്രഹിക്കുന്ന മാതാപിതാക്കളെ, ആ മക്കളൊക്കെ നിങ്ങളുടെ ശത്രുക്കൾ തന്നെയാണ്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. മാമിൻ അബ്ദി യസ്തറഇല്ല, അല്ലാഹു ഒരാൾക്ക് അധികാരം നൽകിയാൽ, അല്ലാഹു ഒരാൾക്ക് ഉത്തരവാദിത്തം നൽകിയാൽ, യമൂതു യൗമ യമൂത്, മരിച്ചു പോകുമ്പോൾ ആ ഉപ്പ മരിച്ചുപോയി, ഉമ്മ മരിച്ചുപോയി, വഹുവ ഗാശുൻ ലിറഇയതിഹി, മക്കൾക്ക്
ദീന് പഠിപ്പിച്ചു കൊടുക്കാതെ ഏതെങ്കിലും ഒരു ഉമ്മയോ ഉപ്പയോ മരിച്ചുപോയാൽ കേൾക്ക്, ചെവി തുറന്ന് കേൾക്ക് എന്റെ ഉമ്മമാരെ, എന്റെ ഉപ്പമാരെ, അള്ളാഹുവിന്റെ ഹബീബ് പറയുന്ന വല്ലാതെ പേടിക്കേണ്ട ഹദീസാണിത്, വല്ലാതെ ഭയപ്പെടുത്തുന്ന ഹദീസാണിത്. മാമിൻ അബ്ദി യസ്തർഈഹില്ല, അള്ളാഹു ഒരാൾക്ക് അധികാരം നൽകിയാൽ, ഇനി അധികാരം എന്ന് പറഞ്ഞാൽ എന്താ? കുല്ലുകും റാഇൻ, നിങ്ങൾ എല്ലാവരും അധികാരികളാണ്. കുല്ലുകും റാഇൻ, നിങ്ങൾ എല്ലാവരും അധികാരികളാണ്. ഭാര്യ വീട്ടിലെ അധികാരിയാണ്, ഭർത്താവ് വീട്ടിലെ അധികാരിയാണ്, ഉമ്മ വീട്ടിലെ അധികാരിയാണ്, ഉപ്പ വീട്ടിലെ അധികാരിയാണ്. നിങ്ങൾ എല്ലാവരും അധികാരികളാണ്. വകുല്ലുകും മസ്ഊലുൻ അൻ റഇയതി, നിങ്ങളുടെ അധികാരത്തിലുള്ള ഓരോ കാര്യങ്ങളെ കുറിച്ചും അല്ലാഹു ചോദിക്കുക തന്നെ ചെയ്യും. എന്നിട്ട് നിങ്ങളുടെ അധികാരം നിങ്ങളുടെ മക്കളിലാണ്. ഇനി നിങ്ങൾ മരിച്ചു പോകുമ്പോ ഈ അധികാരത്തിൽ വീഴ്ച വരുത്തിയാൽ മക്കളെ നന്നാക്കാതെ, അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചതുപോലെ സംസ്കാരം പഠിപ്പിച്ചു കൊടുക്കാതെ, നബി തങ്ങൾ പറഞ്ഞല്ലോ മക്കൾക്ക് അദബ് പഠിപ്പിക്കണം 3 കാര്യങ്ങൾ. 1 നബി തങ്ങളെ സ്നേഹിക്കാൻ, 2 നബി തങ്ങളുടെ കുടുംബങ്ങളെ സ്നേഹിക്കാൻ, 3 ഖുർആൻ പഠിപ്പിക്കാൻ. ദീനാണ് വലുത്, ദീന് പഠിപ്പിക്കാനാണ് മൂന്നാമത്തേത്. ഭൗതികം പിന്നെയാണ്. ആദ്യം ദീന്. അദ്ദിബു ഔലാദകും അലാ സലാസതി ഖിസാൽ, 3 കാര്യമാണ് നിങ്ങൾ അദബ് പഠിപ്പിക്കേണ്ടത്. 1 ഹുബ്ബി നബിയിക്കും, നബി തങ്ങളെ സ്നേഹിക്കാൻ, നബി തങ്ങളുടെ കുടുംബങ്ങളെ സ്നേഹിക്കാൻ. 2 മൂന്നാമത്തേത് വതിലാവത്തിൽ ഖുർആൻ, ദീന് പഠിക്കാൻ, ദീന് പഠിപ്പിക്കണം നിങ്ങൾ. മൂന്നാമത്തെ അദബാണ് ദീന് നിങ്ങൾ പഠിപ്പിക്കണം, ഖുർആൻ നിങ്ങൾ പഠിപ്പിക്കണം. ഖുർആനാണല്ലോ ദീന്, ഖുർആനാണല്ലോ ദീന്. ഈ ദീന് പഠിപ്പിക്കാതെ മരിച്ചുപോയാൽ ഇല്ലാ ഹറമ അലൈഹിൽ ജന്ന, ആ മാതാപിതാക്കൾക്ക് സ്വർഗ്ഗം ഹറാമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ മാതാപിതാക്കൾക്ക് സ്വർഗ്ഗം ഹറാമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. കേൾക്ക്, ഹറാമാണെന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് സ്വർഗം കിട്ടുന്നത്? നരകത്തിൽ പ്രവേശിക്കുമെന്ന് പറഞ്ഞാൽ നരകത്തിലെ ശിക്ഷ കഴിഞ്ഞ് സ്വർഗം കിട്ടുമെന്നുള്ള പ്രതീക്ഷയുണ്ടല്ലോ. നരകത്തിലേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞാൽ ആ നരകത്തിന്റെ ശിക്ഷ കഴിഞ്ഞാൽ സ്വർഗം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ടല്ലോ. പക്ഷെ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് ഇല്ലാ ഹറമ അലൈഹിൽ ജന്ന, അവർക്ക് സ്വർഗം ഹറാമാണ് എന്നാണ്. ഹറാമ് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ പോവൂല എന്നാണ്. 3 കണ്ണുകൾ നരകത്തിൽ നിന്ന് ഹറാം എന്ന് പറഞ്ഞിട്ടില്ലേ? 3 കണ്ണുകൾ നരകത്തിന് ഹറാം എന്ന് പഠിപ്പിച്ചിട്ടില്ലേ? എന്ന് പറഞ്ഞാൽ ആ കണ്ണുകൾ നരകത്തിൽ കിടക്കുകയേ ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം. ഏതൊക്കെയാണ് ആ കണ്ണ്? ഹറാം കാണാത്ത കണ്ണ് നരകത്തിൽ കിടക്കൂല, നരകത്തിനത് ഹറാമാണ്. രാത്രി ഉറക്കൊഴിച്ച് നിസ്കരിച്ച കണ്ണ്, അതും നരകത്തിന് ഹറാമാണ്. അള്ളാഹുവിനെ പേടിച്ച് കരഞ്ഞ കണ്ണും നരകത്തിന് ഹറാമാണ്. ഈ 3-ൽ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ നരകം നമ്മൾക്ക് ഹറാമാണെന്ന് പറഞ്ഞാൽ നരകത്തിൽ കിടക്കുകയേ ഇല്ല, സ്വർഗത്തിലേക്കാണ് പോകുമെന്നാണ് അതിന്റെ അർത്ഥം. അതുപോലെ ഇവിടെ പറയുന്നത് മക്കളോട് ചെയ്തു കൊടുക്കേണ്ട ബാധ്യത ചെയ്തു കൊടുക്കാതെ, ദീനിയായ അദബ് പഠിപ്പിച്ചു കൊടുക്കാതെ ഉമ്മയോ ഉപ്പയോ മരിച്ചുപോയാൽ ഇല്ലാ ഹറമ അലൈഹിൽ ജന്ന, ആ മാതാപിതാക്കൾക്ക് സ്വർഗ്ഗം ഹറാമാണ്. അല്ലാഹു നമ്മളൊക്കെ രക്ഷപ്പെടുത്തട്ടെ. അപ്പൊ നമ്മുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ 15 വയസ്സ് വരെയാണ്. 15 വയസ്സ് വരെ മക്കൾക്ക് നല്ല രീതിയിൽ പഠിപ്പിച്ചു കൊടുക്കുക. 15 വയസ്സ് വരെ. 15 വയസ്സ് കഴിഞ്ഞാൽ വസാഹിബുഹും സബഅ, അവരോട് നല്ലൊരു ചങ്ങാതിമാരെ പോലെ പെരുമാറും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇതൊക്കെ ഇതിന്റെ സൈഡ് എഫക്ട്സ് നമ്മളൊക്കെ പറയുന്ന ഇതിന്റെ ഒരു നമ്മൾക്ക് ബുദ്ധിമുട്ടുള്ള ഒരു ഭാഗമാണെങ്കിൽ നമ്മൾക്ക് സ്വർഗം നൽകുന്ന ഒരു ഭാഗം അവിടെ ബാക്കിയുണ്ട്. അതാണ് നേരത്തെ പറഞ്ഞ ഖുർആൻ പഠിപ്പിക്കാൻ പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ قال رسول الله صلى الله عليه وسلم من قرأ القرآن وعمل بما فيه, ഒരാൾ ഖുർആൻ പഠിക്കുകയും ഖുർആനിലുള്ളതുപോലെ ജീവിക്കുകയും ചെയ്താൽ, അവസാനായിട്ടുള്ള ഹദീസാണ്, ഞാൻ നിർത്താൻ. മൻ ഖറഅൽ ഖുർആന, ഒരാൾ ഖുർആൻ പഠിക്കുകയും വഅമില ബിമാ ഫീഹി, ഖുർആനിലുള്ളതുപോലെ ചെയ്യുകയും ചെയ്താൽ ഉൽബിസ വാലിദാഹു താജൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ആ മാതാപിതാക്കൾക്ക് അല്ലാഹു കിരീടമണിയിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. പഠിച്ചത് മക്കള്, ചെയ്തതും മക്കള്, സമ്മാനം ഉമ്മയ്ക്കും ഉപ്പയ്ക്കും. പഠിച്ചതും മക്കള്, ചെയ്തതും മക്കള്, സമ്മാനം ഉപ്പാക്കും ഉമ്മാക്കും. ഖുർആൻ ഒരാൾ പഠിച്ചാൽ
ഒരാള് ഖുർആൻ പഠിക്കുകയും അതുപോലെ ജീവിക്കുകയും ചെയ്താൽ ഉൽബിസ വാലിദാഹു താജൻ യൗമൽ ഖിയാമ, അന്ത്യനാളിൽ മാതാപിതാക്കൾക്ക് കിരീടമണിയിക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. എന്താണ് ആ കിരീടം? ലൗഉഹു അഹ്സനു മിൻ ലൗഇ ശംസി, സൂര്യന്റെ പ്രഭയെക്കാളും പ്രഭയാണ് ആ കിരീടത്തിന്. സൂര്യന്റെ വെളിച്ചത്തെക്കാളും വെളിച്ചമാണ് ആ കിരീടത്തിന്. ഫീ ബുയൂത്തി ദുനിയാ, ദുനിയാവിലെ സൂര്യന്റെ വെളിച്ചത്തെക്കാളും വെളിച്ചമുണ്ട് ആ കിരീടത്തിന്. ഫമാ ളന്നുകും ബില്ലദീ അമില ബിഹാ, എന്നാൽ ഇത് മാതാപിതാക്കൾക്ക് ലഭിക്കുന്നത് ഇതാണെങ്കിൽ ഇത് ചെയ്യുന്ന മക്കൾക്കുള്ള പ്രതിഫലം നിങ്ങൾക്ക് ഊഹിച്ചാൽ പോരെ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് മാതാപിതാക്കൾക്ക് അല്ലാഹു നൽകുന്ന ഓഫർ ആണെങ്കിൽ മക്കൾക്കുള്ള ഓഫർ നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി എന്ന് ശഫീഉനാ റസൂലുള്ളാഹി. ലുഖ്മാൻ അലൈഹിസ്സലാം പറയാണ്, യാ ബുനയ്യ അഖിമിസ്സലാത, പൊന്നുമോനെ നിസ്കരിക്കണം, നിസ്കാരം നിലനിർത്തണം. വഅ്മുറു ബിൽ മഅറൂഫ്, നിങ്ങൾ നന്മ കൊണ്ട് കൽപ്പിക്കണേ. വൻഹ അനിൽ മുൻകർ, തിന്മ തടയണേ. മോനോട് പറയാൻ നമ്മൾ ആരെങ്കിലും ഇങ്ങനെ ഒരു ഉപദേശം ജീവിതത്തിൽ നൽകിയിട്ടുണ്ടോ? മോനെ സ്കൂളിൽ പോയാലേ വഅ്മുർ ബിൽ മഅറൂഫ്, നല്ലതേ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാവൂ, നല്ലതേ കൽപ്പിക്കാവൂ. വൻഹ അനിൽ മുൻകർ, അവർ തെറ്റ് കണ്ടാൽ അവരെ നീ ഉപദേശിക്കണം എന്ന് ഏതെങ്കിലും ഒരു ഉമ്മ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ഇതൊക്കെ ഖുർആനിൽ ഓതുന്നത് വെറുതെയല്ല, നമ്മുടെ ജീവിതത്തിൽ പകർത്താനാണ്. നന്മ പറയുമ്പോഴും തിന്മ തടയുമ്പോഴും ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായേക്കാം, അതിൽ ക്ഷമിക്കുകയും ചെയ്യുക. നന്മ പറയുമ്പോഴും തിന്മ തടയുമ്പോഴും ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാവാം, അത് നിങ്ങൾ തടയുകയും അത് നിങ്ങൾ ക്ഷമിക്കുകയും വേണം. വലാ തുസഇർ ഖദ്ദക ലിന്നാസി വലാ തംശി ഫിൽ അർളി മറഹാ, ജനങ്ങളുടെ നേരെ നീ മുഖം കൂട്ടരുത്, ജനങ്ങളെ നിന്ദരായി കാണരുത്, ജനങ്ങളെ മോശക്കാരായി കാണരുത്. വലാ തംശി ഫിൽ അർളി മറഹാ, അഹങ്കാരത്തോടെ ഭൂമിയിൽ നടക്കരുത്, കിബ്ർ ഉണ്ടാവരുത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ, അഹങ്കാരികളെ അല്ലാഹുവിന് ഇഷ്ടമല്ല. പൊന്നുമോളെ സ്കൂളിലേക്ക് പോകുമ്പോ ഒന്ന് പതുക്കെ, ആരാരെയും ശ്രദ്ധിക്കാതെ ആളുകളൊക്കെ കാണുന്ന രീതിയിൽ കൊഞ്ചിക്കുഴഞ്ഞ് നടന്നു പോവേണ്ട. ഒരു വഴിയിൽ വളരെ സാവധാനത്തോടെ നടന്നു പോവണം മോളെ. കണ്ട ആളുകളോടൊക്കെ കമന്റ് അടിച്ച് നടക്കണ്ട, കണ്ടവരോടൊക്കെ സംസാരിച്ച് നടക്കണ്ട. ചെറിയ സംസാരം മതി. നിന്റെ സംസാരം ആരോടാണോ സംസാരിക്കുന്നത് അവർക്കല്ലാതെ വേറെ ഒരാൾക്ക് കേൾക്കുന്ന രീതിയിൽ ഉച്ചത്തിൽ സംസാരിക്കരുത്. നല്ല ശബ്ദത്തിൽ സംസാരിക്കരുത്, വലിയ അഹങ്കാരത്തോടെ നടക്കരുത്. പതുക്കെ സാവധാനം നടക്കുകയും ചെറിയ ശബ്ദത്തിൽ സംസാരിക്കുകയും ചെയ്യണം. ഇന്ന ആകറൽ അസ്വാതി ലസൗതുൽ ഹമീർ, കാരണം ഏറ്റവും മോശപ്പെട്ട ശബ്ദം കഴുതയുടെ ശബ്ദമാണ്. അപ്പോ പെണ്ണുങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക, വെറുതെ ഒച്ചപ്പാടുണ്ടാക്കി നടക്കരുത്, ചെറിയ ശബ്ദത്തിൽ സംസാരിച്ച് നടക്കുക. ഞാൻ പറഞ്ഞ സമയം കറക്റ്റ് 11 മണി. ഞാൻ നിർത്താണ്, എന്ന് പറയാനൊന്നുമില്ലല്ലോ, ദുആ ചെയ്യാണ്. ഒരു 400 കസേര വേണമെന്ന് പറഞ്ഞിരുന്നു സംഘാടകർ. നിങ്ങൾ തരുമോ എന്ന് എനിക്കറിയില്ല, തരുമോ? ഒരു കസേരക്ക് 100 കസേര അല്ലേ? 100 കസേര, ഒരു കസേരക്ക് 400 രൂപ. അങ്ങനെ വെച്ചിട്ട് ഒരു 100 കസേര ഏറ്റെടുക്കുന്ന ആളുകൾ, ഒന്ന് ഞാൻ ഏറ്റെടുത്തു, ബിസ്മില്ലാ. ഒന്ന് ശംസു ഏറ്റെടുത്തു, 2 കസേര, 3 4 5 6 7 8 9 10 കഴിഞ്ഞോ? 11 12 13 14 വേഗം 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 15. കൈ പൊക്കിയാൾ പിന്നെ പൊക്കില്ലേ? 15. ഒരു 100 കസേരയാണ് 16, 400 രൂപ, ചെറിയ പൈസയാണ്. 16 17 18 അൽഹംദുലില്ലാഹ് 18. പെണ്ണുങ്ങളില്ല, പെണ്ണുങ്ങളെ കാണുന്നില്ല. പെണ്ണുങ്ങളെടുത്ത് ഇറങ്ങി വളണ്ടിയർമാരുണ്ടെന്ന് നടന്നേ 18 എണ്ണായി. വേഗം വേഗം ആണുങ്ങൾ. ചെറിയ 400 രൂപ എന്ന് പറഞ്ഞ ഏറ്റവും ചെറിയ പൈസയാണ് 400 രൂപ. 500 രൂപ തന്നാൽ 100 രൂപ തിരിച്ചു തരും. അപ്പൊ 400-ന് 16 18 എത്രയായി? പിന്നെയുണ്ടോ? ആണുങ്ങളുണ്ടോ?
ആ ബാക്കിൽ നിൽക്കുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടോ നോക്കിയാൽ പുറത്ത് റോഡിന്റെ സൈഡിലൊക്കെ ഉള്ള ആണുങ്ങൾ പെണ്ണുങ്ങളുടെ ഭാഗത്തൊക്കെ വേഗം അന്ന് ആളേച്ച് പെണ്ണുങ്ങളുടെ ഭാഗത്തേക്ക് ഒരു പെൺകുട്ടികൾ വളണ്ടിയേഴ്സ് ഒന്നുമില്ല ഉണ്ടെങ്കിൽ പൊക്കിയ ആരെങ്കിലും പൊക്കിയാ ആണുങ്ങൾ തന്നെ ഒരു 50 ആയിക്കൂടെ ഒരു 50 ആളെ ഏറ്റെടുത്തൂടെ കുറച്ചല്ല 400 രൂപ അല്ലേ 400 രൂപ എന്ന് പറഞ്ഞാൽ എന്തിനാണിത് ഇവിടെ വാല് നടക്കുമ്പോൾ ഇരിക്കാനുള്ള കസേരയാണ് അപ്പോൾ ഒരാൾ അവിടെ ഇരുന്നിട്ട് വാല് കേൾക്കുമ്പോൾ അതിന്റെ കൂലി കസേര കൊടുത്താൽ കിട്ടും ഇൻഷാ അല്ലാഹ് അള്ളാഹു നമ്മൾക്കൊക്കെ നൽകുമാറാവട്ടെ അള്ളാഹു നമ്മൾക്കൊക്കെ നൽകുമാറാവട്ടെ നിങ്ങൾ തന്നെയാണ് ഇന്നലെ 2000 വെച്ചിട്ട് 60 ആളെ ഏറ്റെടുത്തു എന്നുള്ളൊരു ന്യൂസ് കിട്ടി നിങ്ങൾ തന്നെയാണ് അതും എന്നാൽ കുഴപ്പമില്ല അതിന്റെ കൂടെ ഒരു 400 2400 അല്ലേ ആവുള്ളൂ അല്ലേ സമ്പാദ്യം മുഴുവനും കൊടുത്തിട്ടില്ലല്ലോ സിദ്ദീഖ് തങ്ങൾ കൊടുത്തതുപോലെ സമ്പാദ്യം മുഴുവനും കൊടുത്തിട്ടില്ല ഉമർ തങ്ങൾ നൽകിയതുപോലെ സമ്പാദ്യത്തിന്റെ പകുതിയും കൊടുത്തിട്ടില്ല സമ്പാദ്യത്തിന്റെ 1% നമ്മളൊക്കെ കൊടുക്കുന്നത് 1% ഇല്ല അപ്പോൾ ഒരു 400 രൂപയ്ക്ക് ആണുങ്ങൾ ഒരു 50 ആയിക്കോട്ടെ ആകെ 18 തരുണമായി വേഗം ആരെങ്കിലും ഉണ്ടോ ചെറുപ്പക്കാര് ബാക്കിൽ നിൽക്കുന്ന ആളുകൾ വയസ്സന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം 19 20 അൽഹംദുലില്ലാ 21 അൽഹംദുലില്ലാ 2 ഏറ്റെടുക്കുക 2 വേണ്ട 2 ഏറ്റെടുക്കുക അതിന് ഏറ്റെടുത്ത ആള് ആ കുട്ടിന്റെ കയ്യിലൊന്ന് പേര് കൊടുക്കണേ 21 പെണ്ണുങ്ങളുടെ ഭാഗത്ത് വേഗം ഒരാളേക്ക് ഞാൻ ദുആ ചെയ്യാൻ പോണ് തങ്ങൾ വിശാലമായി ദുആ ചെയ്തത് കൊണ്ട് എൻ്റെ ദുആക്ക് ഇവിടെ പ്രസക്തിയില്ല ഞാൻ രണ്ട് ദുആ ചെയ്ത് ഞാൻ നിർത്താണ് ഓക്കെ അല്ലേ പെണ്ണുങ്ങളുടെ ഭാഗത്ത് എസ്കേസഫിൻ്റെ ആളുകൾ ഇവിടെ കുട്ടികളൊന്നും കാണുന്നില്ലല്ലോ പെണ്ണുങ്ങളിൽ എസ്കേസഫ് ഒന്നുമില്ല ഇല്ല നിങ്ങളെ എന്താ വളണ്ടിയേഴ്സ് ഉറങ്ങുക പെണ്ണുങ്ങൾ വളണ്ടിയേഴ്സ് ഒക്കെ ഉറങ്ങാണോ വേഗം ഒന്ന് നടക്കി പെണ്ണുങ്ങൾ വളണ്ടിയേഴ്സ് തീർന്നില്ലെങ്കിൽ പേടിപ്പിച്ചിട്ട് വാങ്ങിക്കോളി ദുആ ചെയ്യല്ലേ ഇൻഷാ അല്ലാഹ് ഞാൻ ദുആ ചെയ്യാണ് ഉണ്ടെങ്കിൽ ആ ഏറ്റെടുത്ത ആളെ പേര് കൊടുക്കണേ ആ ദുആന്റെ ഇടയിൽ ആ ലിസ്റ്റ് ഒന്ന് ഇങ്ങനെ തന്നാൽ മതി നമുക്ക് ദുആ ചെയ്യാം ഇൻഷാ അല്ലാഹ് പെണ്ണുങ്ങളൊക്കെ വേഗം ഒന്ന് പെണ്ണുങ്ങളെ ലിസ്റ്റ് 400 കസാര ആവാൻ ഇവിടെ 400 ആളുണ്ട് അതുകൊണ്ട് 100 കസാര ആവാൻ വളരെ എളുപ്പമാണ് 100 അല്ല കുറേ ആളുകളുണ്ട് ഇവിടെ അതുകൊണ്ടൊരു 100 ആളുകൾ വേഗം ഏറ്റെടുക്കുക നമ്മൾ വേഗം ദുആ ചെയ്യാൻ പോവാണ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞതും കേട്ടതൊക്കെ ഒരു നാഫിയായ ഒരു സാലിഹായ അമലായി അല്ലാഹു സ്വീകരിക്കട്ടെ ഖബറിലേക്ക് അല്ലാഹു ഈ നന്മകൾ എത്തിച്ചു തരട്ടെ അപ്പോൾ പെണ്ണുങ്ങൾ മദ്രസയിൽ താഴെയുണ്ട് മുകളിലുണ്ട് ബാക്കിലെ വീടിൻ്റെ അടുത്തുണ്ട് ഇവിടെ കുറേ സ്ഥലത്തുണ്ട് പെണ്ണുങ്ങൾ അവരോടൊക്കെ ഒരു 400 രൂപ ഒന്ന് വാങ്ങിയിട്ട് വേഗം ഒരു 100 കസേര ആക്കുക അല്ലാഹു ആ കസേര നൽകുന്ന ആളുകൾക്കൊക്കെ എത്ര കാലം ആ കസേര അവിടെ നിലനിൽക്കുന്നുണ്ടോ അത്രയും കാലം അവിടെ ഇരുന്നിട്ട് വാല് കേൾക്കുന്ന ആളുകൾക്ക് അല്ലാഹു അവരുടെ അതേ പ്രതിഫലം ഇവർക്ക് നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ അവരുടെ അതേ പ്രതിഫലം നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾ നൽകുന്ന സ്വതക്കകളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ നമ്മുടെ അമലുകൾ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ നമ്മുടെ ജീവിതത്തിൽ വന്ന തെറ്റുകുറ്റങ്ങൾ അല്ലാഹു പുറത്തു തരുമാറാവട്ടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ് اللهم اغفر لنا ما سلف من ذنوبنا وعصمنا فيما بقي من أعمالنا وتوفنا واهلنا مسلمين والحقنا بالصالحين അർഹമുർ-റഹീമായ റബ്ബേ ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തു തരണേ അല്ലാ ഇനിയുള്ള കാലം തെറ്റ് ചെയ്യാതെ ജീവിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ അല്ലാ اللهم ارحمنا بترك المعاصي ابدا ما ابقيتنا اللهم ارحمنا بترك المعاصي ابدا ما ابقيتنا اللهم ارحمنا بترك المعاصي ابدا ما ابقيتنا അല്ലാഹുവേ ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്തോളം തെറ്റ് ചെയ്യാതെ ജീവിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ അല്ലാ തവഫനാ വാഹിലനാ മുസ്ലിമീന വാൽഹിഖനാ ബിസ്സാലിഹീൻ അല്ലാഹുവേ ഞങ്ങളെയൊക്കെ മുസ്ലിമായി മരിപ്പിക്കണേ അല്ലാ മുസ്ലിമായി മരിപ്പിക്കണേ അല്ലാ ഞങ്ങളുടെ കുടുംബങ്ങളെ ഈമാൻ സലാമത്തായി മരിപ്പിക്കണേ അല്ലാ അല്ലാഹുമ്മ യസ്സിർ അസീറനാ വസഹിൽ ഉമൂറനാ വഫരിജ് ഹുമൂമനാ വക്ഷിഫ് ഖുറൂബനാ വഅദ്ദി ദുയൂനനാ വഹസ്സിൽ മുറാദനാ വഖദി ഹാജാതിനാ വഷ്ഫി അംറാദനാ വറഹം മൗതാനാ യാ അർഹമർ റഹീമീൻ അല്ലാഹുവേ ഞങ്ങളുടെ പ്രയാസങ്ങൾ എളുപ്പത്തിലാക്കണേ അല്ലാ വിഷമങ്ങൾ അകറ്റണേ അല്ലാ ദുഃഖങ്ങൾ അകറ്റണേ അല്ലാ പ്രാരാബ്ദങ്ങൾ നീ നീക്കി തരണേ അല്ലാ കടങ്ങൾ കൊടുത്തു വിട്ടാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാ അർഹമർ റഹീമായ റബ്ബേ ഹലാലായ ഉദ്ദേശങ്ങൾ നീ നിറവേറ്റി തരണേ അല്ലാ മാറാ രോഗങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ അല്ലാഹുവേ എല്ലാവിധ അസുഖങ്ങളിൽ നിന്നും ഞങ്ങളെ കാക്കണേ അല്ലാ മരിച്ചുപോയ ആളുകൾക്ക് നീ റഹ്മത്ത് ചെയ്യണേ അല്ലാ അപകടങ്ങളിൽ നിന്ന് നീ ഞങ്ങളെയും എല്ലാ ആളുകളെയും കാക്കണേ അല്ലാ
എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദ് സമദ് ഉസ്താദ് ഇവിടെയുണ്ട് റബ്ബേ അല്ലാഹുവേ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിലും നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. അല്ലാഹുവേ ജോലിയിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ, മക്കളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ, അപകടങ്ങളിൽ നിന്ന് അവരെയും ഞങ്ങളെയും നീ കാക്കണേ അല്ലാ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വലിദീനാ റബ്ബനാ റഹംഹും കമാ റബ്ബൗനാ സിഗാറാ. അല്ലാഹുവേ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാ, ഞങ്ങളെ സ്നേഹിച്ച പോറ്റി വളർത്തിയ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ സ്നേഹിച്ച പോറ്റി വളർത്തിയ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ അവർക്ക് ആഫിയത്തും ആരോഗ്യവും നൽകണേ അല്ലാ. ഈമാൻ സലാമത്തായി മരിക്കാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാ. മരിച്ചവരാണെങ്കിൽ ഖബറിടം സ്വർഗീയമാക്കി കൊടുക്കണേ അല്ലാ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. അല്ലാഹുവേ കൺകുളിർമയുള്ള ഭാര്യമാരാക്കി ഭർത്താക്കന്മാരാക്കി മക്കളാക്കി നീ ഞങ്ങളെ മാറ്റണേ അല്ലാ. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ, മുത്തഖീങ്ങളുടെ നേതാവാക്കി നീ ഞങ്ങളെ മാറ്റണേ അല്ലാ. റബ്ബനാ ഹബ് ലനാ മിൻ ലദുൻക ദുർരിയതൻ തയ്യിബതൻ ഇന്നക സമീഉദ് ദുആ. അല്ലാഹുവേ 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 മക്കളില്ലാത്ത ആളുകൾക്ക് സാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാ. മക്കളില്ലാത്ത ആളുകൾക്ക് സാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാ. പ്രായമെത്തിയ ആളുകൾക്കൊക്കെ കുഫുവത്ത ഇണകൾ നൽകണേ അല്ലാ. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ സവാലി നിഅമതിക. അല്ലാഹുവേ നീ തന്ന നിഅമത്ത് നീ നിലനിർത്തണേ അല്ലാ. അല്ലാഹുവേ നീ തന്ന നിഅമത്ത് നിലനിർത്തണേ അല്ലാ. ഞങ്ങളുടെ മരണം വരെ നിലനിർത്തണേ അല്ലാ. നീ തന്ന ആരോഗ്യം, നീ തന്ന ശബ്ദം, സമ്പാദ്യം, മക്കളെ എല്ലാം, ബിസിനസ്, ജോലി എല്ലാം നീ മരണം വരെ നിലനിർത്തണേ അല്ലാ. അർഹമർ റഹീമായ റബ്ബേ അല്ലാഹുവേ വതഹബ്ബുലി ആഫിയതിക, നീ തന്ന ആഫിയത്ത് മരണം വരെ നിലനിർത്തണേ അല്ലാ. അല്ലാഹുവേ അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാ. ശർറായ ഖദായിൽ നിന്ന് കാക്കണേ അല്ലാ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. ആക്സിഡന്റ് പോലെയുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. മാറാരോഗങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ മക്കൾക്ക് ബുദ്ധിശക്തി നൽകണേ അല്ലാ, ഓർമ്മശക്തി നൽകണേ അല്ലാ. അല്ലാഹുവേ എല്ലാ പരീക്ഷകളിലും പരീക്ഷണങ്ങളിലും ഞങ്ങൾക്ക് വിജയം നൽകണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുവേ ഞങ്ങൾക്ക് ഇഹവര വിജയം നൽകണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണേ അല്ലാ. ഖബറിന്റെ അദാബിൽ നിന്ന് കാക്കണേ അല്ലാ. നരകത്തിന്റെ അദാബിൽ നിന്ന് കാക്കണേ അല്ലാ. ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കിടക്കാതെ സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂടാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഓൺലൈനിലൂടെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവർ അല്ലാഹുവേ അവരുടെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ. ഓൺലൈൻ സംവിധാനം ഒരുക്കി നമ്മുടെ ജിഫ്രി തങ്ങൾ അല്ലാഹുവേ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ജോലിയിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. അല്ലാഹുവേ ആരോഗ്യം നീ നൽകണേ അല്ലാ. മഹാനായ സയ്യിദാണ് റബ്ബേ അല്ലാഹുവേ അവരുടെയൊക്കെ കൂടെ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയ മഹാന്മാരായ സയ്യിദന്മാരുടെ കൂടെ, നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയ മഹാന്മാരായ ആലിമീങ്ങളായ ഉഖ്റവിയായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിതന്മാരോടുകൂടെ നാളെ സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂടാൻ ഇവിടെ ഒരുമിച്ച് കൂടെ എല്ലാ ആളുകൾക്കും നീ തൗഫീഖ് നൽകണേ അല്ലാ. എല്ലാ ആളുകൾക്കും നീ തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ ഇവിടെ വന്നതും വാല പറഞ്ഞതും നീ സ്വീകരിക്കണേ അല്ലാ. ഇവിടെ കസേരകൾ പറഞ്ഞ പേറ്റെടുത്ത ആളുകൾ അല്ലാഹുവേ അവർക്ക് സ്വർഗീയ ലോകത്ത് പ്രത്യേകമായ ഒരു ഇരിപ്പിടം നീ ഒരുക്കണേ അല്ലാ. അല്ലാഹുവേ നിന്റെ ഇൽമിന്റെ മജ്ലിസ് സ്വർഗ്ഗത്തിന്റെ പൂങ്കാവനം, സ്വർഗ്ഗത്തിന്റെ പൂന്തോട്ടം എന്ന് വിശേഷിപ്പിച്ച സ്വർഗ്ഗത്തിന്റെ ഒരു പൂന്തോപ്പിലേക്ക് ഒരു കസേര ഏറ്റെടുത്ത ആളുകൾ അവർക്ക് റബ്ബേ നീ സ്വർഗ്ഗത്തിലൊരു ഇരിപ്പിടം നീ ഒരുക്കണേ അല്ലാ. സ്വർഗ്ഗത്തിലൊരു ഇരിപ്പിടം നീ ഒരുക്കണേ അല്ലാ. സ്വർഗ്ഗത്തിലൊരു ഇരിപ്പിടം നീ ഒരുക്കണേ അല്ലാ. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നീ അത് കാരണമാക്കണേ അല്ലാ. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഇത് കാരണമാക്കണേ അല്ലാ. അല്ലാഹുവേ മാറാ രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഇത് കാരണമാക്കണേ അല്ലാ. അല്ലാഹുവേ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഇത് കാരണമാക്കണേ അല്ലാ. ഈമാൻ സലാമത്തായി മരിക്കാൻ ഇത് കാരണമാക്കണേ അല്ലാ. അല്ലാഹുവേ ജീവിതത്തിൽ നീ കുടുംബത്തിലും കുടുംബകാര്യങ്ങളിലും മാതാപിതാക്കളിലും മക്കളിലും ഉസ്താദുമാരിലും എല്ലാ ആളുകളിലും നീ ഖൈറും റഹ്മത്തും നിന്റെ നിഅമത്തും ചൊരിഞ്ഞു കൊടുക്കണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അർഹമർ റഹീമായ റബ്ബേ ഭക്ഷണം നൽകിയ കൂട്ടുകാർ അവർക്ക് സ്വർഗീയ ഭക്ഷണം നൽകണേ അല്ലാ. സ്വർഗീയ പാനീയം നൽകണേ അല്ലാ. സ്വർഗീയ സുഖങ്ങൾ നൽകണേ അല്ലാ. അർഹമർ റഹീമായ റബ്ബേ ഞങ്ങളെ സ്നേഹിക്കുന്ന സഹായിക്കുന്ന സഹകരിക്കുന്ന എത്രയോ ആളുകളുണ്ട് റബ്ബേ. അവരുടെ ഹലാലായ ഉദ്ദേശങ്ങൾ നീ നിറവേറ്റി കൊടുക്കണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم. جزاكم الله خير.